അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മനീഷ വിജീഷ. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ പ്രാർത്ഥനാ വിഷയം അറിയിക്കാം. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ മെസ്സേജ് അയക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. എല്ലാ തിങ്കളാഴ്ചയും രാത്രി സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഒരു അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മനീഷ വിജീഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ പേര് മനീഷ. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് എന്ന സ്ഥലത്ത് നിന്നാണ്. അതിനു മുമ്പായി എനിക്ക് ഈ അവസരത്തെ ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്ക് എന്റെ നന്ദി ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ആ ടീമിനും ഫാമിലിക്കും എല്ലാവർക്കും സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് മനീഷ. ഇപ്പോ ബെൽഫാസ്റ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നാട്ടില് എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് പാസ്റ്ററിനോട് റെഫർ ചെയ്തത് എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ ഗിരീഷാണ്. ചില നാളുകൾക്ക് മുമ്പ് അരോമ ടി വിയുടെ സാക്ഷ്യം പറയുവാൻ എൻ്റെ സഹോദരനും ഇടയായിട്ടുണ്ട്. അതിനായി ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സോ എൻ്റെ ഇപ്പം ഞങ്ങള് ബെൽഫാസ്റ്റില് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു മോനും മകളുമാണ്. ഞങ്ങളിവിടെ കുടുംബമായി ആയിരിക്കുന്നു. ജോലി ചെയ്ത് ഞങ്ങള് ഒരു സഭയോടൊപ്പം സന്തോഷമായിട്ടായിരിക്കുന്നു. ഞാന് ഒരു ഹിന്ദു വിശ്വകർമ്മ കുടുംബത്തിൽ നിന്ന് കർത്താവിലേക്ക് വന്ന, ദൈവം തെരഞ്ഞെടുത്ത് ദൈവസന്നിധിയിലേക്ക് വന്ന ഒരു മകളാണ്. സോ എൻ്റെ മാതാപിതാക്കൾ, അമ്മ ബേബി ഗിരിജ, പിതാവിന്റെ പേര് മനോഹരൻ, സഹോദരൻ പറഞ്ഞല്ലോ പാസ്റ്റർ ഗിരീഷ് ആൻഡ് ഫാമിലി, ഇവരെല്ലാവരും കിളിമാനൂരിലായിരിക്കുന്നു. എന്നെ വിവാഹം കഴിച്ചത് കൊല്ലം ജില്ലയിലാണ്, പോളയത്തോട്. പപ്പയും അമ്മയും ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് 2 സഹോദരിമാര്, അവരെല്ലാം വിവാഹം ചെയ്ത് സെറ്റിലായിരിക്കുന്നു. സോ ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട 2 കുടുംബങ്ങളുടെ ഭാഗമായി തീരുവാൻ ദൈവം എന്നെയും ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറയുന്നതാണ് സന്തോഷം. സോ അങ്ങനെ ആയിരിക്കുന്നു. ഇനി ദൈവം ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് പറയാൻ വളരെ സന്തോഷമാണ്. പലപ്പോഴായി പലരോടും ചെറിയ ചെറിയ രീതിയിൽ സംസാരിക്കുമ്പോൾ വചനങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ദൈവം നടത്തിയ വിധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കി തന്നതിനെ ദൈവം ഉപയോഗിച്ച ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സോ ഞാൻ എൻ്റെ ഹോം ടൗൺ കിളിമാനൂരാണെങ്കിലും ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതൽ, ജനിച്ച നാൾ മുതൽ 3 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ, കൊച്ചു കുഞ്ഞാണല്ലോ, എക്സ്പീരിയൻസ് എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. എന്നാൽ എൻ്റെ മാതാവിന്റെ അപ്പനും അമ്മയോടും കൂടെ ചെന്നൈയിലായിരുന്നു എൻ്റെ അമ്മ. സോ ആ സമയത്ത് അമ്മ അവിടെ ആയിരുന്ന സമയത്ത്, എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് മാതാവിന്റെ അമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, അമ്മൂമ്മ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്, ഇപ്പൊ കർത്താവിൽ വിശ്രമിക്കുന്നു, പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം തന്റെ ജീവിതത്തിൽ പലവിധമായ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ ഒരു ദിവസം ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ച്, എൻ്റെ അമ്മയ്ക്ക് 2 സഹോദരങ്ങളാണ്, 3 മക്കളുമായിട്ട് അവിടെ അടുത്തൊരു ആറുണ്ട്, മദ്രാസ് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. മദ്രാസിൽ അവിടെ പോയി ആ ആറ്റിൽ പോയി ചാടി മരിക്കണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ അമ്മൂമ്മ ഭവനത്തിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ മുറിയിലേക്ക് ഒരു പ്രകാശം ഇറങ്ങി വരികയും, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല എന്ന് പറഞ്ഞൊരു പ്രോമിസ് നൽകുകയും, അതോടുകൂടി എൻ്റെ അമ്മൂമ്മ വിശ്വാസത്തിൽ വരികയും, ആദ്യം കത്തോലിക്ക സഭയിലെ ചില സഭകളിലൊക്കെ പോകുമായിരുന്നു, ചില അവിടെയുള്ള ചെറിയ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് DGS ദിനകരൻ എന്ന് പറഞ്ഞ പാസ്റ്ററിന്റെ, ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ DGS ദിനകരന്റെ പല മീറ്റിങ്ങുകളിലും പോയി പലവിധമായ എക്സ്പീരിയൻസ് ഒക്കെ അമ്മൂമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്തും അപ്പൂപ്പനും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെയും ക്ഷേത്രങ്ങളൊക്കെ ഭയങ്കര ഹിന്ദു വിശ്വാസികളായിരുന്നു. അവർ തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ പലവിധമായ ക്ഷേത്രങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മൂമ്മ മാത്രം വണ്ടിയിലിരിക്കും, അമ്മൂമ്മ പോകത്തില്ല.
അപ്പൊ അപ്പൂപ്പൻ അതൊന്നും പറയത്തില്ലായിരുന്നു. അന്ന് മുതലേ വിശ്വാസം അമ്മൂമ്മ വന്നുകൊണ്ടിരുന്നു. എന്നാൽ എന്റെ അമ്മ വലുതായി വന്നു, വിവാഹത്തിന്റെ സമയമൊക്കെ ആയി വന്ന വിവാഹം കഴിഞ്ഞു. ആ സമയത്ത് ഏകദേശം ആ സമയത്തോടടുത്ത് തന്നെ അമ്മയുടെ പപ്പയുടെ സഹോദരി, അത് എന്റെ ബ്രദർ സാക്ഷ്യത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു അമ്മച്ചി, ആ അമ്മച്ചി ആണ് ഞങ്ങളുടെ കുടുംബത്തില് പ്രോപ്പറായിട്ടും ഇങ്ങനെ പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ആ അമ്മച്ചി വിശ്വാസത്തിൽ വന്നു. എന്നാൽ ഈ വിശ്വാസം ഇവിടെ വന്ന് എല്ലാവരോടും പറയുമായിരുന്നു, ആരും കേൾക്കത്തില്ലായിരുന്നു. അപ്പം ഒരു കടുത്ത ഹിന്ദു വിശ്വാസിയായ ഒരു അമ്മയായിരുന്നു എന്റെ അമ്മ. അപ്പൊ അമ്മ ഒത്തിരി വേദനിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട് എന്റെ ആ അമ്മച്ചിയെ. അപ്പോ അമ്മ വിവാഹം കഴിഞ്ഞു, അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാതിരുന്നു. അങ്ങനെ എന്റെ സഹോദരൻ ഉണ്ടായി. അപ്പൊ സഹോദരന് പലവിധമായ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം വന്ന സമയത്ത്, വളരെ വിഷമിച്ചിരുന്ന സമയത്ത് ഈ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു. ഒരു പ്രാവശ്യം അമ്മച്ചി ഇങ്ങനെ വീട്ടിൽ വന്നപ്പോ ഒത്തിരി അമ്മച്ചിയെ വിഷമിപ്പിച്ചു വിട്ടു. അങ്ങനെ ഒരു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ്, എന്റെ വിശ്വാസമാണ് വലുതെന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥയാണിത്. അപ്പൊ എന്നോട് അമ്മ പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ എന്താണ് അങ്ങനെ യേശു അങ്ങനെ ഒരു ജീവനുള്ള ഒരു ദൈവമാണെങ്കിൽ ഈ അപ്പച്ചി എന്ന് വിളിക്കുന്നത്, അപ്പച്ചി അല്ലാതെ വേറൊരാളും കൂടി എന്നോട് യേശുവിനെ കുറിച്ച് പറയട്ടെ എന്നിങ്ങനെ ചിന്തിച്ച ഒരു സാഹചര്യം, ഇങ്ങനെ ചിന്തിച്ച് കിടന്നു. പ്രാർത്ഥിക്കത്തൊന്നുമില്ല, ചിന്തിച്ച് കിടന്നപ്പം പിറ്റേ ദിവസം 2 സ്ത്രീകൾ ഭവനത്തിൽ വന്നു. അവര് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ഒരു അത്ഭുതം ചെയ്തു. അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു 100 വീടുകളിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഈ സത്യസുവിശേഷം അറിയിച്ചോളാന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ അവര് നേർച്ച നേർന്നു. സോ അവര് നേർച്ച നേർന്ന പ്രകാരം ഇവിടെ വരികയും ഇവര് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് അവര് പല ദിവസങ്ങളിലും പിന്നീട് വന്ന് കുറച്ചൊക്കെ യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത്ര വിശ്വാസമൊന്നും ഇല്ലാതെ അങ്ങനെ പോയി. പക്ഷെ എങ്കിലും അമ്മ ഒരു സൈഡില് ആവശ്യം വരുമ്പോഴൊക്കെയും കർത്താവിനെ വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ സഹോദരൻ പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഇത്രയൊക്കെ എനിക്ക് തമിഴ്നാടിനെ കുറിച്ച് എന്റെ ഓർമ്മയില്ല, ഇതെല്ലാം പറഞ്ഞു കേട്ട കഥകളാണ്, എനിക്ക് അധികം ഒന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്നു. ഞങ്ങൾ ഒരു ഡാഡിയുടെ, എന്റെ പിതാവിന്റെ ഡാഡി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഡാഡിയുടെ വീടിനടുത്ത് തന്നെ ഞങ്ങളൊരു വീട് താമസം തുടങ്ങി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് അറിവാകുന്ന, ആ കുഞ്ഞിതിൽ നിന്ന് അറിവാകുന്ന പ്രായമാകുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ ഞങ്ങളുടെ ഈ അമ്മച്ചി, ആന്ധ്രയിലുള്ള അമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ദൈവം തന്നെ ഭക്തന്മാർക്ക് വേണ്ടി ദൂതന്മാരെ അയക്കും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ വീട് ഒരു കുഴിയില്ല. അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് താമസിക്കാനായി ഒരു കുടുംബം വന്നു, ഒരു CS. ഈ അമ്മച്ചി എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളോട് നല്ല സഹകരണമാണ്. പക്ഷെ എനിക്ക് എന്റെ ആ ഓർമ്മയിൽ ഇപ്പോഴും ഉള്ളത്, ആ അമ്മച്ചി വൈകുന്നേരം ഞങ്ങളോടത്ത് വരികയും കഥകളൊക്കെ പറഞ്ഞു തരും. അപ്പം അമ്മച്ചി പാവന്മാര് പറഞ്ഞു തന്ന വചനങ്ങളുടെ ആ വചനങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാതെ കിടന്നാൽ നേരെ ഉറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെ സ്കൂളിൽ പോയാൽ എന്തെങ്കിലും അത് എല്ലാം നേരെയായി വരത്തില്ല എന്നുള്ളൊരു ചിന്ത, അത് ഒരുപക്ഷെ അമ്മച്ചിമാര് പകർന്നു തന്ന ആ ദൈവിക വിത്തുകളായിരിക്കും എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഇരിക്കെ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ ഡാഡി ആ സമയത്ത് ബോംബെയിലായിരുന്നു. ഡാഡി ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം ഡാഡി ഒരു വിശ്വാസി അല്ലല്ലോ ഞങ്ങൾക്ക്. അപ്പം എന്നെ സംബന്ധിച്ച്, എന്റെ പേഴ്സണൽ ലൈഫിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞ, ഞാൻ അറിവായ പ്രായം മുതലേ ഞാൻ ജനിച്ചു വളർന്ന ആ പാരമ്പര്യത്തിലെ ഒരു ദൈവത്തോടും ഒരു ട്രസ്റ്റും ഇല്ലായിരുന്നു. ലൈക്ക് ഈ ദൈവത്തെ വിശ്വസിച്ചാൽ ഈ ദൈവം ഇത് തരും, അല്ലെങ്കിൽ എനിക്ക് ആശ്രയിക്കാൻ ദൈവം എന്നൊരു കൺസെപ്റ്റ് എനിക്കില്ലായിരുന്നു. എനിക്ക് ഈ അമ്മച്ചിമാരാണ് ശരിക്കും, അതും ഈ അമ്മച്ചിമാരും പറഞ്ഞു തന്ന, എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്ന യേശുവാണ് എന്റെ ജീവിതത്തിൽ ഒരു ആശ്രയിക്കാൻ ഒരു ദൈവം എന്ന് പറഞ്ഞ് എനിക്ക് ഉള്ളത്. എന്റെ കുഞ്ഞു പ്രായത്തിലെ ദൈവം അവരിലൂടെ എനിക്ക് പകർന്നു തന്ന ആ ഒരു അവസരം, ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റി, ദൈവത്തെ അറിയുവാനുള്ള. സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പൊ ഡാഡി ഇടയ്ക്ക് വരും. അപ്പം ഡാഡി പറയും വീട്ടിൽ വിളക്ക് കത്തിക്കണം എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഹിന്ദു രീതിയിലുള്ള നാമജപം എന്നൊക്കെ പറയും. പക്ഷെ ഒരു ഇൻട്രസ്റ്റും ഇല്ല എനിക്കും എന്റെ സഹോദരനും. ഞാൻ അണ്ണനെന്ന് വിളിക്കുന്നത്, എനിക്കും അണ്ണനും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അമ്മച്ചിമാര് പറഞ്ഞു തന്ന പാട്ടുകള്, എന്താണ് നല്ല ദേവനെ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ ഡാഡി പോയി ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആ വിളക്കെടുത്ത് കഴുകി അകത്ത് വയ്ക്കും. അങ്ങനെയാ. പിന്നെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അല്പനാളുകൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ഞങ്ങൾ 3 പേര് മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് അമ്മയുടെ അച്ഛനും അമ്മയും മദ്രാസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, ഇവിടെ വന്നു. അപ്പൊ ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ട് മാറി. അപ്പൊ ഞങ്ങൾ വലിയ കുടുംബമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മാതാപിതാക്കളെ എന്നിൽ ഒരു ഡാൻസ്, പാട്ട്, അതിന്റെ ഒരു ടാലന്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി.
മനസ്സിലായിട്ട് എന്നെ ഒരു ഡാൻസ് ക്ലാസ്സിന് വിട്ടു. അപ്പൊ ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഫുൾ ടൈം ഡാൻസിന്റെ ഒരു ലോകത്തായിരുന്നു. എപ്പോഴും ഞാൻ നടക്കുമ്പോഴും ഒക്കെ ആ ഒരു സംഭവം എന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഡാൻസ് കളിക്കുക. അപ്പൊ അവര് മനസ്സിലാക്കിയത് ഞാൻ റിയലി ടാലന്റഡാ, ഞാൻ റിയലി ടാലന്റഡാന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ അപ്പം പഠിപ്പിക്കാൻ തുടങ്ങി. നല്ലപോലെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇങ്ങനെ എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനത് ഒരു ക്ലാസ്സിന് പോയി പഠിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞ് 4ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും ഞാൻ സ്കൂളിൽ കലാതിലകമായിട്ട് തെരഞ്ഞെടുത്തു. സബ് ജില്ലാ കലോത്സവത്തിൽ എന്നെ കലാതിലകമായിട്ട് തെരഞ്ഞെടുത്തു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ദേശത്ത് തന്നെ ഉള്ള രാജാരവിവർമ്മ എന്ന് പറഞ്ഞൊരു സ്കൂള്, ആ സ്കൂള് ഭയങ്കര ഈ കലാപരമായി ഭയങ്കര എന്താണ് എൻകറേജ് ചെയ്യുന്ന സ്കൂൾ ആയതുകൊണ്ട് അവിടെ നിന്ന് എനിക്കൊരു ഓഫർ വന്നു. നിങ്ങളുടെ മോളെ അവിടെ വിടുവാണെങ്കിൽ ഞങ്ങള് അവളുടെ ആ ടാലന്റ് എല്ലാം ഇതാക്കി എടുക്കാം, നല്ലൊരു നിലയിൽ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞു. സോ അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഞാൻ ഈ കണ്ടിന്യൂ ചെയ്യുകയാണ് ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ എല്ലാം. എനിക്ക് ആ ഡാൻസ് ആണ് എന്റെ മെയിൻ. അത് കഴിഞ്ഞിട്ട് പഠിത്തമുള്ളൂ. പക്ഷെ പഠിത്തത്തിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, 5ാം ക്ലാസ്സിൽ എനിക്ക് കണക്കിന് വളരെ കുറച്ച് തോറ്റുപോയി. എനിക്ക് ഒരു 1 ഡിജിറ്റ്, അതായത് ഒരക്ക മാർക്ക് കിട്ടിയ അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വലിയൊരു വിഷയമല്ലായിരുന്നു. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷൻ ആയിരുന്നു. പക്ഷെ എന്റെ ഈ ഒരു പോക്ക് കണ്ടിട്ട് എന്റെ അമ്മയ്ക്ക് ഇത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അപ്പം എന്റെ അമ്മ മനസ്സിൽ ഇത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ വലുതായപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എവിടുന്നൊക്കെയോ കേട്ട വചനത്തിൽ നിന്ന് അമ്മ എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കർത്താവേ ഞങ്ങൾ ഏത് വഴി പോയാലും ദൈവഹിതമായ വഴിയിലൂടെ മാത്രമേ ഞങ്ങളെ നടത്താവേ. അപ്പൊ അമ്മയ്ക്ക് എന്റെ ഈ ഒരു ഡാൻസിനോടുള്ള പാഷൻ കുറച്ചൊരു അസ്വസ്ഥതയായിട്ട് തോന്നി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അമ്പലങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഞങ്ങള് സ്ഥിരമായി അമ്പലങ്ങളിൽ പോകുന്നു, പിന്നെ ഉത്സവത്തിനൊക്കെ ഡാൻസ് കളിക്കുന്നു. അങ്ങനത്തെ ഒരു ട്രൂപ്പ് പോലെ ഒക്കെ ആയിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവഹിതമില്ലാത്തതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണേന്ന്. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ 5ാം ക്ലാസ്സിൽ അവിടെ ചെന്നു. ഞാൻ ഏകദേശം എന്റെ ഓർമ്മയിൽ ഒരു 12 പ്രോഗ്രാമിന് ഞാൻ അന്ന് പങ്കെടുത്തു. എല്ലാത്തിനും എനിക്ക് സെക്കൻഡ് A ഗ്രേഡ്, സെക്കൻഡ് B ഗ്രേഡ് അങ്ങനെ കിട്ടി. അപ്പൊ അന്നത്തെ നിയമം അനുസരിച്ച് നമ്മൾ എത്ര മാർക്ക് നേടിയാലും നമുക്കൊരു ഫസ്റ്റ് A ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം എനിക്ക് ഏറ്റവും ഉറപ്പുള്ളത് എനിക്ക് മോഹിനിയാട്ടത്തിനും നാടോടി നൃത്തത്തിനും എന്തായാലും കിട്ടും. പക്ഷെ ഈ മോഹിനിയാട്ടം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെളുപ്പാങ്കാലായിരുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയെ, 10 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇടയ്ക്ക് എനിക്ക് ഉറക്കം വന്നു. ഞാനങ്ങ് നിർത്തിയിട്ട് കുറച്ചു നേരം നിന്നിട്ട് ഞാൻ വീണ്ടും ഈ മോഹിനിയാട്ടത്തിന്റെ സോങ് എന്ന് പറഞ്ഞാൽ ഒരു വരി തന്നെ അവര് റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ താളത്തിനനുസരിച്ച് വേണം നമ്മൾ കളിക്കാനായിട്ട്. അങ്ങനെയാ. അപ്പൊ ഈ മോഹിനിയാട്ടം എന്നിട്ട് ഇടയ്ക്കുന്ന് ആ സ്റ്റോപ്പ് ചെയ്ത് 2 മിനിറ്റ് ഞാൻ കളിക്കാതിരുന്നിട്ട് ഞാൻ വീണ്ടും കളിച്ചപ്പോൾ ജഡ്ജസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്റെ ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. പറഞ്ഞു, ഈ കുട്ടി ഷീസ് റിയലി ടാലന്റഡ് എന്ന് അവര് പരസ്പരം പറയുന്നതായിട്ട് കണ്ടു. പക്ഷെ എനിക്ക് ആ ഇടയ്ക്ക് സ്റ്റോപ്പ് വന്നതുകൊണ്ട് അതിനും സെക്കൻഡ് A ഗ്രേഡ് കിട്ടി. എനിക്ക് എന്തായാലും എനിക്ക് നാടോടി നൃത്തത്തിന് കിട്ടുമെന്ന് എനിക്ക് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. കാരണം എനിക്ക് ആ ഒരു ചെറിയൊരു അഹങ്കാരവും എനിക്ക് കിട്ടും ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാത്തിനും സെക്കൻഡ് A ഗ്രേഡ് കിട്ടി. കലാതിലകം എനിക്ക് ഫസ്റ്റ് A ഗ്രേഡ് കിട്ടിയില്ല എന്നുള്ളൊരു അവസരം കൊണ്ട് മറ്റു പലമായ ഇടപെടലുകൾ അതിനകത്തിടയിൽ ഉണ്ടായി. അത് മുഖാന്തരം എനിക്ക് കിട്ടിയില്ല. അപ്പൊ എന്റെ ആ കുഞ്ഞു മനസ്സിലൊരു ഇതുണ്ടായി, ടാലന്റ് ഉള്ളവർക്കൊന്നും കഴിവുള്ളവർക്കൊന്നും ഇല്ല, അധികാരവും അങ്ങനെ റിലേഷൻഷിപ്പുകളൊക്കെ ഉള്ളവർക്കായി കിട്ടത്തുള്ളൂ എന്നൊരു ബോധം ഉണ്ടായി. അങ്ങനെ എനിക്ക് ഡാൻസിനോടുള്ളൊരു മോഹം ഞാൻ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് ഒത്തിരി പ്രഷർ ഉണ്ടായി സ്കൂളിൽ നിന്ന്. ഇത്രയും ടാലന്റ് ആയ കൊച്ചിന്റെ കലയെ നിങ്ങൾ കൊല്ലുവാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഉള്ളിൽ അറിയാമായിരുന്നു, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവം ഇതിനൊന്നും അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈവൻ സീരിയലിൽ നിന്ന് അങ്ങനെയൊക്കെ ആ സമയത്ത് ചില ഓഫറുകളൊക്കെ വന്നായിരുന്നു. കാരണം അത്രയും അപ്പൊ ആ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ അത്രയും പാഷനായിട്ട് അതിനകത്ത് ഇങ്ങനെ അലിഞ്ഞു ചെയ്യുന്ന പിന്നീട് കർത്താവിനോട് അടുത്ത് വന്ന് അതൊക്കെ വന്നപ്പോഴും അതൊക്കെ വേറൊരു തലങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. എനിവേ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ വിശ്വാസത്തിൽ ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, ഞങ്ങളിങ്ങനെ വിശ്വാസത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വിശ്വാസം വന്ന് പറഞ്ഞു തരുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അമ്മച്ചിയുടെ മകള് കൊല്ലത്താണ് താമസിക്കുന്നത്, പോളയത്തോട് ചർച്ച്. അതായത് ഇന്നത്തെ കഥകൾ ഞാൻ പറഞ്ഞു വരാം. പക്ഷെ ഇന്നത്തെ എന്റെ ഹസ്ബൻഡിന്റെ ചർച്ച്, ഞങ്ങൾ പോകുന്ന ചർച്ച്, അത് പോളയത്തോട് ചർച്ചിൽ ഞങ്ങള് ഡാഡിയുടെ വീട്ടിന്റെ അടുത്തുനിന്നാണല്ലോ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് പറയുന്നത്, ഞങ്ങൾ അവിടെ കൊല്ലം ബീച്ച് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് പോകും. എന്നിട്ട് വെള്ളി, ശനി, ഞായർ ഞങ്ങൾ അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അമ്മ ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. എന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ ചർച്ചിൽ വെച്ചാണ് എന്റെ അമ്മ അഭിഷേകം പ്രാപിച്ചത്.
അന്യഭാഷയിൽ ആരാധിച്ച് അഭിഷേകം പ്രാപിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അന്നൊക്കെ ഒരു ഒഴുക്കിനൊത്ത് ഒഴുകുന്ന ഒരു അവസ്ഥ പോലെ എന്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിശ്വാസമുണ്ട്, യേശുവിന് വിശ്വാസമുണ്ട്. പക്ഷെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ തരുന്നുണ്ട്, ചെറിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ദൈവത്തിന് അങ്ങനെ കൊച്ചു പ്രായത്തിലെ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഈ ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു ദിവസം ഞങ്ങളുടെ അമ്മയുടെ ദൈവം കൊടുത്തൊരു പ്രോമിസ് ആയിരുന്നു, ഒരു മാർച്ച് മാസത്തിൽ ദൈവം ഒരു വഴി തുറക്കുന്നു. കാരണം ആരാധനയ്ക്ക് പോകുവാൻ വഴിയില്ലാതെ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ദൈവം ഒരു ദൈവദാസനെ അയച്ചു, ഒരു ആരാധന തുടങ്ങി. സോ ആ ആരാധനയിൽ പോയി ഞങ്ങൾ എല്ലാവരും കുടുംബമായി പോയത്, സത്യം പറഞ്ഞാൽ എന്റെ സഹോദരൻ ഒരു മരണത്തിന്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു കൂട്ടമായിട്ട് അമ്മയുടെ കുടുംബം മുഴുവനായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് പോയത്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരു ഒഴുക്കിൽപ്പെട്ടതുപോലെ ഞാനും പോയി. എന്നാൽ ആ പാസ്റ്റർ ആന്റി അങ്കിളും ഞങ്ങളുടെ വീട്ടില് സന്ധ്യയ്ക്കൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ പുതിയ വിശ്വാസികളായിട്ട് അവർക്ക് വചനം പറഞ്ഞു തരാനും നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ വരും. അങ്ങനെ ഇരിക്കവേ എന്റെ അപ്പൂപ്പൻ ഒരു കടയുണ്ട്. ഈ കടയില് ഒരു പൈസ മോഷണം പോയി. അപ്പൊ അപ്പൂപ്പന് അറിയാം പൈസ മോഷണം പോയി, ആരാണെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം നല്ല കൃപാവര പ്രാപ്തരായ പാസ്റ്ററും ആന്റിയാണ്. അപ്പൊ ഞങ്ങള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ആ സ്ഥലത്തിന്റെ പേരിങ്ങനെ കയറി വരുവാണ്, ആ സ്ഥലം. അപ്പം ആ സ്ഥലത്തിന്റെ പേരിങ്ങനെ, അപ്പൊ ഞാനന്ന് ഞാനൊരു 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും മറ്റു പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ഉള്ളിൽ ഇരുന്ന് ആരോ പറയുന്നു ഒരു സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞ ഉടനെ അപ്പൂപ്പന് മനസ്സിലായി അത് ആരാ എടുത്തത് എന്താണ് എന്നൊക്കെ. അപ്പോ ആ പാസ്റ്ററങ്ങൾ ആന്റിയും പറഞ്ഞു, മോളെ നിന്നിലുള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവാണ് നിനക്കിത് പറഞ്ഞു തന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി എനിക്ക് കൂടുതൽ ഒന്നൊരു സ്റ്റെപ്പും കൂടെ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവരെന്നെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിപ്പിച്ചു. ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. സോ ആ ദിവസമാണ് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി എന്നിലുണ്ട്. യേശു എന്നെ സ്നേഹിക്കുന്നു. അപ്പം ആർക്കും വെളിപ്പെടാത്ത കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തും എന്നാ കൊച്ചു മനസ്സിൽ എനിക്ക് ഒരു അഹങ്കാരം എന്ന് പറയാം. ദൈവം എന്നോട് കാര്യങ്ങളൊക്കെ യേശു അറിയിക്കും എന്നൊരു വിശ്വാസം. ദൈവം എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. അത് കഴിഞ്ഞ് പലവിധമായ അത്ഭുതങ്ങൾ എന്റെ സഹോദരന്റെ വിഷയത്തിലെ മരണകരമായ വിഷയത്തിൽ ദൈവം വിടുവിച്ചു. ദൈവം നിങ്ങളെ സ്റ്റെപ്പായി കർത്താവിന്റെ വേലക്കായി ഇങ്ങനെ വേർതിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയത്ത് എന്റെ ഡാഡി ഗൾഫിൽ ആ സമയത്ത് ഡാഡി ഒമാനിലായിരുന്നു. ഒമാനിൽ നിന്ന് ഡാഡി വരികയും ഞങ്ങൾ വളരെ ഡാഡി വരുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്റെ സഹോദരന്റെ വിഷയത്തിൽ ഒരു പൂർണ്ണമായ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു വിടുതൽ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബത്തിൽ 8 പേര് ചേർന്ന് സ്നാനപ്പെട്ടു. അതിന്റെ കൂട്ടത്തിൽ ഞാനും ഞാനൊരു 13 വയസ്സിൽ സ്നാനപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവം എനിക്ക് കൃപ തന്നു. ദൈവം എന്നെ ചൂസ് ചെയ്തു. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. സോ ഞങ്ങൾ പോയി സ്നാനപ്പെട്ടു. ഞങ്ങൾ സ്നാനപ്പെടാൻ പോകുന്നതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഞങ്ങള് ചെറുവക്കൽ ബൈബിൾ കോളേജിൽ പോയാണ് സ്നാനപ്പെട്ടത്. അപ്പൊ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അംബാസിഡർ കാറില് ഞാന് അമ്മയുടെ കുടുംബത്തിലെ 2 സഹോദരന്മാരെ, ഭാര്യമാര്, അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവരെല്ലാരും കൂടെ പോയിട്ട് ഞങ്ങൾ ആയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിറങ്ങി. ഞങ്ങളുടെ കാതിലും കഴുത്തിലുള്ള എല്ലാം കൂടെ ഒരു കവറിൽ ഇട്ടപ്പോ ഒരു 10-40 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ അതെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ അവിടെ പോയി സ്നാനപ്പെട്ടിട്ട്, കാരണം ഞങ്ങൾക്ക് തിരിച്ച് അങ്ങനെ തന്നെ സ്വർണം മാറ്റി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വർണം ഞങ്ങൾ തിരിച്ചു വന്നു, വീണ്ടും അത് ഇട്ടു, ഞങ്ങൾ വന്നു. പക്ഷെ ഞങ്ങളിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്നാനപ്പെട്ടു, കർത്താവിന്റെ ജീവപുസ്തകത്തിൽ ഞങ്ങളുടെ പേര് എഴുതപ്പെട്ടു എന്നൊരു ഇതുള്ളൂ. പക്ഷെ പുറമേ കാണുന്നവർക്ക് ഒന്നും മനസ്സിലാക്കുന്നുള്ള ഒരു സ്പെസിഫിക് ചേഞ്ച് ഒന്നും ഞങ്ങളുടെ പുറമേ ഞങ്ങൾക്ക് വരുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ തിരിച്ചു വന്നു. എന്നാൽ ഇത് എങ്ങനെയൊക്കെയോ പതിയെ വന്നപ്പോൾ ഡാഡി അറിഞ്ഞു. അപ്പം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഡാഡി വന്നു. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഇതുപോലെ എന്റെ സഹോദരനപ്പോ നല്ല കർത്താവിന് വേണ്ടി കട്ടക്ക് നിൽക്കുന്ന സമയമാണ്, ഇപ്പോഴും അതുപോലെ തന്നെയാ. അപ്പൊ സഹോദരനോട് ചോദിച്ചു, നീ ആരെ നോക്കിയാ പോകുന്നേ? അപ്പം എന്റെ സഹോദരൻ പറഞ്ഞു, ഞാൻ എന്റെ യേശുവിനെ നോക്കിയാ പോകുന്നേ എന്ന് പറഞ്ഞു. അപ്പം ഡാഡി എന്റെ സഹോദരൻ അടിച്ചു. അതിനു മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്റെ പിതാവ് അങ്ങനെ അടിക്കുന്നത്. അങ്ങനെ ഒരു ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിൽ അങ്ങനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് അപ്പൊ അണ്ണനൊരു അടി കിട്ടിയപ്പോ അമ്മ അറിയാതെ സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഒരു അടി കിട്ടി. അപ്പം ഡാഡി എന്നെ കൈവെക്കത്തില്ല. സാധാരണ അപ്പന്മാർക്ക് പെൺമക്കളോട് ഒരു സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്നെ തൊട്ടില്ല. ആ സമയത്ത് ഞാൻ ഓടി ചെന്നിരുന്ന് വേറെ എവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ദൈവമക്കളെ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ടോയ്ലറ്റിലിരുന്ന് പ്രാർത്ഥിക്കരുത്, കർത്താവെ എന്ത് സംഭവിച്ചാലും കർത്താവിൽ നിന്ന് മാറിപ്പോവാൻ ഇടവരല്ലേ, ദൈവം ഞങ്ങളെ നിർത്തണമേ എന്ന്. അന്ന് എനിക്കൊരു 14 വയസ്സുള്ളൂ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവെ ഞങ്ങളെ എന്ത് സംഭവിച്ചാലും. ഇതിന്റെ ആഴങ്ങളോ വചനമോ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ എങ്കിലും
ദൈവമേ, ദൈവത്തിൽ നിന്ന് മാറിപ്പോവാൻ ഇടവരല്ലേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ സഹോദരൻ ചില ദിവസങ്ങൾ ഭവനത്തിന് വെളിയിലായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഡാഡി ചിന്തിച്ചു, ഞങ്ങളെല്ലാം കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ കിടക്കുന്നു, ചർച്ചൊക്കെ അടുത്തുണ്ട്, പാസ്റ്ററൊക്കെ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിശ്വാസി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന് വിചാരിച്ച് ഞങ്ങളെ ഡാഡി എന്റെ ഒരു പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ 11th പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മറ്റൊരു ഭവന ഡാഡിയുടെ സ്ഥലത്ത് തന്നെ അവിടുന്ന് അടുത്ത് തന്നെയാ ഒരു ഞങ്ങൾക്കൊരു വീട് വെച്ച് എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഒരുക്കി തന്ന് ഞങ്ങളെ അതിനകത്താക്കി. അപ്പം ഡാഡി വിചാരിച്ചു എല്ലാ സൗകര്യങ്ങളൊക്കെ ആക്കി കഴിയുമ്പോൾ ഞങ്ങൾ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ എന്നിട്ട് ആ ഒരു ലീവ് കഴിഞ്ഞ് ഡാഡി പോകുന്ന സമയത്ത് എന്നെ മാത്രം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് സ്നേഹമാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു വിളക്ക് ഇവിടെ കത്തിച്ചു വെക്കണം എല്ലാ സന്ധ്യയ്ക്കും, ഇതൊരു വീടല്ലേ, ഒരു ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല ഡാഡിയോട്, കാരണം എനിക്ക് പ്രോമിസ് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പത്തിന് എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കർത്താവിന് വേണ്ടി നിൽക്കുകയും വേണം. എന്റെ ഡാഡിയെ എനിക്ക് ഒത്തിരി വിഷമിപ്പിക്കാനുമായി, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ അതൊന്നും ചെയ്തില്ല. ഡാഡി പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് മനസ്സിലായി ഞങ്ങൾ സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു. അത് കഴിഞ്ഞാണ് ശരിക്കും ഞങ്ങളെ ജീവിതത്തിൽ കഷ്ടതയുടെ തീച്ചുള ആരംഭിക്കുന്നത്. പക്ഷെ പുറം ലോകം ഒന്നും അറിയാതെ ദൈവം ഒരു എന്താണ് പറഞ്ഞ ഉലക്കകത്തിട്ട് ഞങ്ങളെ പണിയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ചർച്ച് മറ്റൊരു സ്ഥലത്തോട്ട് മാറി. അപ്പൊ ഞങ്ങൾ ചർച്ചിൽ പോകും, തിരിച്ചു വരും. ഞങ്ങള് അതിനു മുമ്പൊക്കെ എവിടെ പോയാലും ഞങ്ങൾ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഓട്ടോയിൽ ഞങ്ങൾ വന്നിറങ്ങി. അപ്പം ഡാഡി ഞങ്ങൾക്ക് പൈസ അയക്കുന്നില്ല, ഡാഡി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നാട്ടുകാർ അറിയുമെന്ന് വിചാരിച്ച് അമ്മ ഞങ്ങളെ എപ്പോഴും വളരെ സമൃദ്ധിയായിട്ട് വളരെ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പ്ലസ് വൺ ആയപ്പോ അമ്മയുടെ കയ്യിൽ തീരെ പൈസ ഇല്ല. ഞാൻ പ്ലസ് വണ്ണിന് എനിക്ക് ട്യൂഷന് പോകണം. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ട്യൂഷന് പോകുന്നില്ല, കുഴപ്പമില്ല, അമ്മ എന്നെ വിടണ്ട. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സോറി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അമ്മ, ഞങ്ങൾ അന്ന് അത്രയ്ക്കും എല്ലാവരും അറിഞ്ഞിട്ടില്ലല്ലോ എന്റെ പിതാവും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, അമ്മ എന്റെ ട്യൂഷൻ സെന്ററിൽ ചെന്ന്, ഞായറാഴ്ചയൊക്കെ ക്ലാസ് ഉണ്ടല്ലോ നാട്ടില്. അപ്പൊ എന്റെ അമ്മ ട്യൂഷൻ സെന്ററിൽ നിന്ന് പറഞ്ഞു, എന്റെ മോൾക്ക് കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട്, ആ പൂജ വിവാഹം കഴിയുന്നത് വരെ നടത്തണം, അതുകൊണ്ട് ഞായറാഴ്ച വരത്തില്ല. അപ്പം സാറ് പറഞ്ഞു, എന്ത് പൂജയാണെങ്കിലും ശരി, തോറ്റു കഴിഞ്ഞാൽ ഞങ്ങളോടൊന്നും പറയരുത് എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ദൈവമക്കളെ, ആരാധന മുടക്കാതെ നമ്മൾ എല്ലാ ആഴ്ചയും ഞാൻ ഞായറാഴ്ച പോവായിരുന്നു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിന് മഹത്വം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായി. അത് എന്റെ കഴിവല്ല, ദൈവം എനിക്ക് തന്നതാണ്. ഇന്ന് വരെ ദൈവം തന്നതെല്ലാം ദൈവം തന്നതാണ്. സോ +2ലേക്ക് വരട്ടെ. +2ൽ ഞാൻ ട്യൂഷന് പോയില്ല, 2nd ക്ലാസ്സോട് പാസ്സായി. അത്ര ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. എങ്കിലും 5ാം ക്ലാസ്സിൽ ഒരു ഡിജിറ്റ് മാർക്ക് വാങ്ങിച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ 2nd ക്ലാസ്സോടെ പാസ്സായി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് അമേസിങ്, ദൈവത്തിന്റെ കൃപ. സോ ഞാൻ അങ്ങനെ പാസ്സായി അവിടെ വന്നു. അത് പക്ഷെ ഈ +2ന്റെ കാലത്തിന് മുമ്പ് തന്നെ ഞാൻ എന്റെ അമ്മയോട് എപ്പോഴും പറയായിരുന്നു, അമ്മ എന്നെ ഒരു ജോലിക്ക് വിടാം, എന്നെ ഒരു ജോലി കിട്ടുന്ന ഒരു കോഴ്സ് പഠിപ്പിക്കണം എന്ന് എന്നോട് അമ്മ പറയുമായിരുന്നു. പക്ഷെ ആ ഒരു +2 ഒക്കെ കഴിഞ്ഞു, ആ ഒരു പ്രായം, ആ ഒരു സമയമൊക്കെ ആയി വന്നപ്പം ഭയങ്കര കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എല്ലാ വർഷവും ഡാഡി വരും, പൈസ ചെലവാക്കും, എല്ലാം ചെയ്യുമെങ്കിലും പക്ഷെ ഡാഡിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡാഡി പറയുന്നത് പോലെ അനുസരിക്കാത്തത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലുള്ള അവസ്ഥകളുണ്ടായി. എന്നാൽ എന്റെ +2 കഴിഞ്ഞു, റിസൾട്ട് വന്നു. അമ്മ എന്നെ എന്തായാലും നഴ്സിംഗിന് വിടാനായിട്ട് തീരുമാനിച്ചു. സോ നഴ്സിംഗിന് വിടുന്ന സമയമായപ്പോ അമ്മ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് വിറ്റു. ഇപ്പൊ ഡാഡി വീട്ടിലുണ്ട്. ഡാഡി പറഞ്ഞു, ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ ഇന്നും ഡാഡിയെ കുറ്റം പറയുന്നത്, ഏതൊരു പിതാവാണെങ്കിലും. കാരണം എല്ലാ പ്രൊവിഷൻസും ഒരു പിതാവ് തന്നിട്ട് നമ്മള് അനുസരിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിലെങ്കിലും ശരിയായി വന്ന് പണിഷ് ചെയ്തും ചിലപ്പോൾ ഒന്ന് സ്നേഹിച്ചെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡാഡി അപ്പോഴെന്നെ സപ്പോർട്ട് ചെയ്തില്ല. അമ്മ സ്വർണ്ണമൊക്കെ വിറ്റ് പോയി. അപ്പൊ അമ്മ പോയ സമയത്ത് ഡാഡി എണീറ്റ് വന്ന് പറഞ്ഞു, എന്നോട്, അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഡാഡി എന്നോട് വന്നിട്ട് പറഞ്ഞു, മോളെ, എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണ്, നിന്നെ ഞാൻ MBBS വേണമെങ്കിലും പഠിപ്പിക്കാം, പക്ഷേ അമ്മ പറയുന്ന വിശ്വാസത്തിൽ നീ പോകരുത്. അന്നും ദൈവമക്കളെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ തള്ളി പറഞ്ഞൊന്നുമില്ല, പക്ഷെ കർത്താവിന് തള്ളി പറഞ്ഞില്ല. ഞാൻ എന്റെ അപ്പനോട് എനിക്ക് അനുസരണ സ്നേഹം ഉള്ളതുകൊണ്ട് എനിക്ക് ഹാർഷായിട്ടൊന്നും പറയാനും പറ്റത്തില്ല. എന്നാൽ എന്റെ കർത്താവിൽ നിന്ന് പിന്മാറണമെന്ന് അന്നും ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മ എന്നും ഞങ്ങളോട് പറയുന്ന ഒരു വചനമുണ്ട്, നമ്മളെ ദൈവം ഈ ദേശത്ത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പോലെ വിളിച്ചിരിക്കുന്നത്. എത്ര കഠിന തീച്ചുള വന്നാലും നമുക്ക് കർത്താവിൽ നിന്ന് മാറരുത്. നമുക്ക് വേണ്ടി കർത്താവ് എപ്പോഴും 4ാമനായി നമ്മുടെ കൂടെ ഇറങ്ങുന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണമെന്ന് എന്റെ അമ്മ എപ്പോഴും പറയും. അപ്പൊ അതുകൊണ്ട് ഡാഡിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഡാഡി ഗൾഫിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ നഴ്സിംഗിന് പോയി. എന്റെ ലോൺ പാസ്സായി. അപ്പൊ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ് ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നു പോകും. അപ്പൊ അങ്ങനെ ഞാൻ നഴ്സിംഗിന് ചേർന്നു.
അത് അന്ന് വരെ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന്റെ സ്നേഹം ഉള്ളിലുണ്ട്, ദൈവം പലവിധമായ സ്വപ്നങ്ങളും അങ്ങനെയൊക്കെ തന്നു. ഈ ഒരു ഒഴുക്കിൽപ്പെട്ട് ഞാൻ പോകുന്നുണ്ടായെങ്കിലും എന്റെ ജീവിതത്തിലെ ശരിയായ വഴിത്തിരിവ് ആരംഭിച്ചത് ഞാൻ നഴ്സിംഗിന് പോയതിനു ശേഷമാണ്. സോ ബാംഗ്ലൂർ ഞാൻ നഴ്സിംഗിന് പോയി ചേർന്നു. 1-ാം വർഷം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. എന്റെ ക്ലാസ്സിലെ ബോയ്സിനെല്ലാം ചിക്കൻ ബോക്സ് ഉണ്ടായി. അപ്പൊ അവരെല്ലാവരും നാട്ടിൽ പോയി. അപ്പൊ ഗേൾസിന് നാട്ടിൽ പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് പോണമെന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഞാൻ നാട്ടിലോട്ട് പോയാൽ അമ്മയ്ക്ക് ചെലവാ, പൈസ ഇല്ല. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഹോസ്റ്റൽ ഫീസും എല്ലാം ലോണിൽ അടഞ്ഞു പോകുന്നുണ്ട്, എനിക്ക് ഫുഡും കഴിച്ച് ഇവിടെ കിടക്കാലോ. അപ്പൊ ഞാൻ ആ ബുദ്ധിമുട്ട് അവരെ അറിയിക്കുകയും വേണ്ട, ഞാൻ ചെന്നാൽ ചെലവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ലൈബ്രറിയിൽ ബുക്കൊക്കെ വായിച്ച് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കാരണം എല്ലാവരും ലീവ് അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ആ ലീവ് ക്യാൻസൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ യൗവനത്തിന്റെ ഒരു എന്താ പറയാ തിളപ്പെന്നൊക്കെ പറയത്തില്ലേ, എല്ലാവരും ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യമായി. പിള്ളേരല്ലേ എല്ലാവരും, 18-19 വയസ്സുള്ള പിള്ളേർ. അപ്പൊ എല്ലാവരും ഭയങ്കര ദേഷ്യമായി, എന്നെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്നു. ആരുമില്ല, മാതാവിനോട് വിളിച്ച് പറയാനും പറ്റത്തില്ല. പറഞ്ഞാ ഇനിയിപ്പൊ ഈ കോഴ്സ് ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ഇതാക്കിയിട്ട് ഈ കോഴ്സ് വിട്ടിട്ട് പോകാനും പറ്റത്തില്ല. എനിക്ക് ഒറ്റപ്പെടൽ, ആരും എന്നോട് മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല. സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെ, ഈ കൂട്ടുകാര് ഒരാൾ മാത്രം വന്ന് സംസാരിച്ച് അവർ ഒറ്റപ്പെട്ടു പോകുന്നു വെച്ചാൽ അവരും വന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട നാളുകളായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസിലൂടെ നടത്തിയ നാളുകളായിരുന്നു. ഞാനിങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരും വന്ന് എന്നെ തട്ടി ഉണർത്തും. എന്നിട്ട് പറയും, എണീറ്റിരിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കുക. നിന്നോട് ഹാർഷായിട്ട് സംസാരിച്ച ആ വ്യക്തിയുടെ മുന്നിൽ കണ്ടിട്ട് സദൃശവാക്യങ്ങളിലൂടെ ഒക്കെ ദൈവം എന്നോട് സംസാരിക്കും. നീ അവരോട് ക്ഷമിച്ചു എന്ന് പ്രാർത്ഥിക്കുക. നീ അവരോട് ആ ദിവസങ്ങളാണ് പരിശുദ്ധാത്മാവ് എന്നോട് ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ദൈവം ഭയങ്കരമായിട്ട് എന്നെ പഠിപ്പിച്ചു. ക്ഷമ, ദീർഘക്ഷമ എന്ന് പറഞ്ഞ സംഭവം, അവരോട് ക്ഷമിക്കുക എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അവരോട് ക്ഷമിക്കുന്ന കർത്താവെ, അവരെ പഴയ പോലെ സ്നേഹിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം എന്നെ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും പകല് വെളിയിൽ ഇറങ്ങുമ്പോൾ ആരും ഇല്ല, ആരോടും ഒന്ന് ഷെയർ ചെയ്യാനില്ല. അങ്ങനെ വിഷമിച്ച് ഞാൻ ജനറൽ നഴ്സിംഗ് പഠിച്ചത്. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഒരു ദിവസം ഞാൻ മെസ്സിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് പകുതി കൊണ്ട് കളഞ്ഞു. കഴിക്കാനൊന്നും മനസ്സില്ല, കാരണം ഒരു കമ്മ്യൂണിക്കേഷനും ആരുമായിട്ടില്ലല്ലോ. ഈ ഒരു ദുഃഖം ഒന്ന് പറയാൻ ആരുമില്ല. അങ്ങനെ ഞാനിങ്ങനെ ചായ എടുത്തുകൊണ്ട് മുകളിൽ വന്നു. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റൽ ഒരു 3 നിലയാണ്. 3ാമത്തെ നിലയിൽ ടെറസാ, ഇങ്ങനെ ഓപ്പൺ എയറാ. അപ്പൊ ഞാൻ അവിടെ വന്ന് ഇങ്ങനെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതെല്ലാം ചിന്തിച്ചു, ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ, ഞാൻ പറയണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എന്റെ ഞാനൊരു ചുഴിയിലേക്ക് ഇറങ്ങി പോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ, ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങ് ചാടി അങ്ങ് മരിക്കാം. കാരണം ഞാൻ വീട്ടിൽ പോയാലും ഒത്തിരി കടത്തിന്റെ മുകളിലാണ് എന്റെ അമ്മ നിൽക്കുന്നത്. ഇത്രയും ലോൺ എടുത്ത് എന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ ഇനി തിരിച്ച് ഒരു ഉപയോഗമില്ലാതെ ഞാൻ വീട്ടിൽ ചെന്നാൽ എന്റെ അമ്മ വിഷമിക്കും. അതിനേക്കാളും ഞാൻ ഇവിടെ നിന്നങ്ങ് മരിക്കാം. ഞാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ്, പക്ഷെ എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇങ്ങനെ ചുഴിയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ വന്നു. ഞാൻ മരിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ ഒരു 2 പട്ടികളെ അയാൾ വളർത്തുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നതിന് കുറച്ച് മുന്നിലായിട്ട് ആ പട്ടികൾ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ആ സമയത്ത്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് കണ്ണീരോടെ ഇരിക്കുവോ. അപ്പോ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ബി എസ് സി നഴ്സിംഗ് ബാച്ചിലെ 2 സഹോദരിമാര്, അതിലെ അബി, രമ്യ, 2 പേര്, ഇവര് മെസ്സിൽ പോയിട്ട് അവർ പ്ലേറ്റ് ഒക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് അവർക്ക് എന്തോ മുകളിൽ വരണമെന്ന് തോന്നി. ഇവർ 2 പേരും മുകളിൽ വന്നു. ഈ അബി എറണാകുളത്ത് നിന്നുള്ളതാണ്, ഇന്നും എന്റെ പ്രിയ സുഹൃത്താണ്. അവള് ഇവിടെ ലണ്ടനിൽ മാഞ്ചസ്റ്ററിലായിരിക്കുന്നു. സോ ഈ അബി ഇവര് മുകളിൽ വന്നപ്പം എന്താ മനീഷ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് കരഞ്ഞു. മീൻസ് കുറെ നാളിന് ശേഷം എന്നോട് ഒരാൾ ചോദിക്കുന്നത് ഓക്കെ ആണോ എന്ന്. അപ്പം ഈ അബി എന്ന് പറഞ്ഞ ഒരു ലേറ്റ് അഡ്മിഷനാ, അത്രയ്ക്ക് കാര്യം എല്ലാവരെയും ഒന്നും അറിയത്തില്ല. ബട്ട് എന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അബി പെട്ടെന്ന് എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി കരയുന്ന? ഞാൻ കേട്ടായിരുന്നു ഇങ്ങനൊരു വിഷയം ഉണ്ടല്ലേ, എല്ലാം മാറും കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അബി പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം ഈ രമ്യ, ട്രിവാൻഡ്രത്തുള്ള രമ്യ, അബി, ഞാൻ 3 പേരും കൂടെ കൈ കോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ നില അങ്ങ് വിട്ടു. ഞാൻ പെട്ടെന്ന് അബിയുടെ മാർവിലോട് വീണിട്ട് അങ്ങ് കരഞ്ഞു, ഒത്തിരി കെട്ടിപ്പിടിച്ച് അങ്ങ് കരഞ്ഞു.
അപ്പൊ അബി എന്റെ ദേഹത്ത് കൈവച്ച്, ഈ രമ്യ എന്റെ ദേഹത്ത് വെച്ച് കൈവച്ച് ഞാൻ കുറെ കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പൊ അബി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ മകളുടെ മുകളിലുള്ള ആ ഒരു ഭാരത്തെ ദൈവം എടുത്തു മാറ്റണേ, ഒരു 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 പ്രത്യാശ, ഒരു സമാധാനം ഇവൾക്ക് ദൈവം കൊടുക്കണേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്തോ ഒരു കല്ല് എന്റെ ദേഹത്ത് നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റിയ പോലെ എന്തോ ഒരു ഇത് എന്നെ വിട്ടുപോയതുപോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ഫ്രീ ആയി കഴിഞ്ഞിട്ട് ഞാൻ അബിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, അതിലുള്ള ഒരു പട്ടി ഫ്രണ്ടിൽ ചത്ത് കിടക്കുന്നു. അത്രയും നേരം അവിടെ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടി പെട്ടെന്ന് ചത്ത് കിടക്കുന്നു. ഇത് ഭയങ്കരമായ ഒരു വിഷയമായിട്ട് ഹോസ്റ്റലിലെല്ലാം പടർന്നു. കാരണം കർത്താവിന്റെ നാമം മഹത്വം എടുത്തെന്ന് വെച്ചാൽ യെസ്, കാരണം എല്ലാവർക്കും അറിയാം എന്നെ ഒത്തിരി മാനസികമായി ഞാൻ വിഷമിക്കുവാണെന്ന്. പക്ഷേ പിന്നീടാണ് അബി പറഞ്ഞത് ഇവള് മോളിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യാൻ ചിന്തിച്ചത്. പക്ഷെ എനിക്കറിയാം സൂയിസൈഡ് ചെയ്യാൻ ഞാൻ താഴെ വീണാലും ഞാൻ മരിക്കത്തില്ല, കാരണം ഇത് 2 നിലയേ ഉള്ളൂ. എന്റെ കാലോ കയ്യോ ഒടിഞ്ഞ് ഇപ്പം എന്തെങ്കിലും ഒരു രോഗിയായി തീരേണ്ട ഞാനാണ് ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കാനിരിക്കുന്നത്. സോ ദൈവം നമ്മളെ ജീവിതത്തിൽ എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും നമ്മൾ ഒത്തിരി അങ്ങ് താഴ്ന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ നിലംപരിചാകാൻ ഒരിക്കലും യേശുപ്പച്ചൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ അതിനുശേഷം പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നുപോയി. ഈ അബിയും ഞാനും രമ്യയും അതിനുശേഷം എല്ലാ ദിവസവും 8 മണിക്ക് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ കോളേജിൽ നിന്ന് വിട്ടു വരുന്നത് വരെ. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ ഒരു പ്രാർത്ഥനാ ടീം ഇപ്പോഴും ആ കോളേജിൽ ഉണ്ട് എന്ന് കേൾക്കാൻ. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. സോ ഈ സംഭവം ഇത് നടന്നു തുടങ്ങിയ അന്ന് തന്നെ ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മ, ഞാൻ അമ്മയോട് പറയാതിരുന്നതാ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ, ഞാൻ 7 ദിവസമായിട്ട് ഉപവാസമായിരുന്നു. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഉപവസിക്കണമെന്ന്. എന്റെ 7ാമത്തെ ദിവസമാണ് ഇന്ന്. ഇനി എനിക്ക് എന്റെ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. കാരണം 7 ദിവസമായി എന്ത് വിഷയത്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയത മക്കളെ, നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന അത് ഏറ്റവും വലുതാണ്. അവരിലൂടെ നമുക്ക് ദൈവം കരുതുന്ന കരുതലുകൾ, ദൈവം അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ തന്നതിനോർത്ത് ദൈവത്തെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ സ്തുതിക്കുന്നു. സോ അത് കഴിഞ്ഞു. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പഠിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളതിനേക്കാൾ എനിക്ക് വളരെ നന്നായി പെർഫോം ചെയ്യാനും റാങ്ക് വൈസിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അങ്ങനെ ഓരോ വർഷവും ഒരു വിഷയം പോലും പോവാതെ പഠിച്ചെടുക്കാൻ ദൈവം സഹായിച്ചു. ഇനി കോളേജിലായിരുന്ന സമയത്ത് 1-2 വിഷയങ്ങൾ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തൊന്നു ഞാൻ പറയുവാണ്. കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ലീവിന് വന്നു. നാട്ടിൽ ലീവിന് വരുമ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കും, ദൈവമേ, ഒരു പ്രാവശ്യം ഞാൻ അമ്മ വരുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ, സാമ്പത്തികമായി കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു വിടാൻ എനിക്ക് പറ്റണേ എന്ന് അമ്മ പ്രാർത്ഥന തുടങ്ങും ഞാൻ ലീവിന് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ. അപ്പൊ ഒരു ദിവസം ഞാൻ ബ്രദർ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അമ്മ പുറത്തേക്കുക. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് വീണ്ടും, ഞാൻ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയി വന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പം പെട്ടെന്ന് അമ്മ പറഞ്ഞു, കാരണം അത്രയും സാമ്പത്തികമായി ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, ശരി, നീ പോയി വിഷം മേടിച്ചോണ്ട് വാ, നമുക്ക് കുടിക്കാം, എന്നിട്ട് മരിക്കാം. അങ്ങനത്തെ ഒരു അത്രയും കഷ്ടപ്പാടിലായിരിക്കുന്ന അവസ്ഥ. കടമുണ്ട്, എന്തോ ചെയ്യുന്ന അറിയത്തില്ല, ഞങ്ങൾ 2 മക്കളുണ്ട്, ഞങ്ങളെ പഠിപ്പിക്കണം എല്ലാം. അപ്പം പെട്ടെന്ന് ഒരു നിമിഷം അമ്മ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ പോയി വിഷം മേടിച്ചോണ്ട് പോകും, നമുക്ക് കുടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് മരിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ബ്രദർ പെട്ടെന്ന് വെളിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇതിനാണോ ദൈവം നമ്മളെ വിളിച്ചത്? അതിനല്ലേ വിളിച്ചത്, വാ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയിരുന്നു. ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവമക്കളെ, ആ സമയത്ത് ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്നു. ഞങ്ങൾ 3 പേരും പുതിയ കൃപകളാൽ നിറഞ്ഞു ശക്തമായി ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക്, ദൈവമേ, കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ദൈവം ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ചല്ലോ എന്ന ആ ഒരു ബോധ്യം ഉണ്ടാകുകയും പിന്നീട് ദൈവത്തോട് ഞങ്ങൾ പലതവണ അത് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. മറ്റൊരു ദിവസം ഞാൻ ഇതുപോലെ കോളേജിൽ നിന്ന് ബ്രേക്കായിട്ട് ഒരു അവധിക്കായിട്ട് നാട്ടിൽ വന്ന സമയത്ത്, നാട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് അതികഠിനമായ ഒരു നടുവേദന ഉണ്ടായി. ഞാൻ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇതുപോലെ തന്നെ ബ്രദർ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾക്ക് അറിയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാം എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, അപ്പൊ ഞാനിങ്ങനെ സോഫ സെറ്റിയിൽ കിടക്കുകയാണ്. ഞാനിങ്ങനെ ചെറിയൊരു മയക്കത്തിലായ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു സെമി കോൺഷ്യസ് ലെവലാണ്. അപ്പൊ ഞാനൊരു ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുകയാണ്. പെട്ടെന്ന് ആ ശവപ്പെട്ടി ഇങ്ങനെ അനങ്ങുന്നു. എന്നിട്ട് ഒരു ആണി
തുറക്കുന്ന ഒരു സൗണ്ട്, എന്നിങ്ങനെ തുറന്നുപോയി. എന്നിട്ട് ഞാൻ എന്നെ പോലെ ഒരാൾ എണീറ്റിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ കണ്ണുറന്ന് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോ ഞാൻ കിടക്കുവാണ്. അപ്പൊ ഞാൻ എണീറ്റിരുന്നപ്പോ എന്റെ നടുവേദന പൂർണ്ണമായിട്ടും പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ വിടുവിച്ചതാണ് എന്ന്, ദൈവം എന്നെ ഡയറക്റ്റ് ആയിട്ട് വിടുവിച്ചു എന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാനിങ്ങനെ ഞാൻ കട്ടിലിന്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ദൈവം നന്ദി പറഞ്ഞതിനെ സ്തോത്രം. പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദൈവശക്തി വ്യാപരിക്കുന്ന എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ ചെറിയൊരു മയക്കത്തിലായിട്ട് ഞാനൊരു വെളിപ്പാട് പോലെ കാണുക, എന്റെ അടുത്ത് ഭയങ്കര ഒരു സർപ്പം ഇങ്ങനെ ചുറ്റിട്ടിരിക്കുകയാണ്. ആ സർപ്പം ഇറങ്ങി എന്റെ മുറിയിൽ നിന്നും പുറത്തു പോകുന്നു. അതോടുകൂടി എനിക്ക് പൂർണ്ണമായി സൗഖ്യമായി. ആ നടുവേദന പൂർണ്ണമായിട്ട് സൗഖ്യമായി. പക്ഷെ അത് കഴിഞ്ഞ് ദൈവം അങ്ങനെ പലവിധമായ അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തി. ദൈവം എന്റെ ജീവിതത്തില് ഒരൊറ്റ എൻകൗണ്ടർ അല്ല, ഒരു ചെറിയ എൻകൗണ്ടറുകളിലൂടെയാണ് ദൈവത്തിനോട് ദൈവം അടുപ്പിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ പൈതലാക്കി ദൈവം തീർത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നു ദൈവം തീർത്തുകൊണ്ടിരുന്നത്. സോ അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോയി. പലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓരോ ദിവസവും വിശ്വാസത്താൽ ദൈവം നടത്തി. എക്സാം എല്ലാം പാസ്സായി. ഞാൻ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ട് ആ കോളേജിൽ നിന്ന് ഇറങ്ങുവാൻ ദൈവം സഹായിച്ചു. സോ അതൊന്നും എന്റെ കഴിവല്ല. ഇതിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ആ ദിവസങ്ങളിലൊക്കെ ദൈവത്തോടുള്ള ട്രസ്റ്റ്, ദൈവത്തിനോട് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. കർത്താവിന്റെ നാമം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നമ്മൾ തയ്യാറായ നമ്മൾ പോലും വിചാരിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മളെ നടത്തുവാൻ ഇടയാക്കി തരും. സോ അത് കഴിഞ്ഞു. ഞാൻ സേലത്ത് 1 വർഷം വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് ട്രിവാൻഡ്രം തന്നെ അവിടെ ഞാൻ ജോലിയിൽ കയറി. ഈ സമയത്തൊക്കെ പലവിധമായ സാഹചര്യങ്ങൾ കടന്നുപോയി. പിന്നെ എന്റെ അമ്മയുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വിഷയം എന്റെ വിവാഹ വിഷയമായിരുന്നു. അത് ഭയങ്കര ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഇതിന് മുന്നേ എന്റെ ഒരു 18 വയസ്സ് പ്രായമുള്ള സമയത്ത്, ഞാനിപ്പോ ഓർത്തുന്നോട് പറയാം, 18 വയസ്സ് പ്രായമുള്ള സമയത്ത് അമ്മയും ഡാഡിയും ഡിവോഴ്സ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോ കോടതിയിലൊക്കെ പോകേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പം കോടതിയിൽ ജഡ്ജി ഇതെല്ലാം കേട്ടിട്ട് അമ്മയോട് പറഞ്ഞു, ഈ പെങ്കൊച്ചിനെ നിങ്ങൾ എങ്ങനെ കെട്ടിച്ചു വിടും എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഞാനൊരു എന്തായാലും ഒരു ആമ്പിള്ളാരുടെ കൂടെ ഞാൻ കെട്ടിച്ചു വിടും, അത് സമയമാകുമ്പോ നടത്തും, യേശു അത് നടത്തിത്തരും, എനിക്കറിയാം എന്ന് അമ്മ വളരെ ധൈര്യത്തോടെ പറയുമായിരുന്നു. എങ്കിലും ആ ഒരു ടൈം അപ്രോച്ച് ചെയ്തപ്പം, ആ വിവാഹത്തിന്റെ സമയമൊക്കെ ആയപ്പം എനിക്ക് പല സ്ഥലത്തും പ്രഷറുണ്ട്. എന്റെ കൂടെ പഠിച്ച പലരും വിവാഹം കഴിയുന്നുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ വന്ന് ചോദിക്കും, മനുഷ്യ പോകാറായില്ലേ എന്ന് വെച്ചാൽ അവര് തമാശക്കാണ് ചോദിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ആ സമയത്തും ജോലിയിലായിരിക്കുന്ന സമയത്തും എനിക്ക് അന്ന് 5000 രൂപയായിരുന്നു സാലറി. ദൈവമക്കളെ, എന്നെ ഇതാക്കാൻ വേണ്ടി പറയുന്നില്ല, പക്ഷെ 5000 രൂപ സാലറി മേടിച്ചിട്ട് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ആ സാലറി മേടിച്ചിട്ട് എന്റെ സഹോദരനും മറ്റു 2 സഹോദരന്മാരും ചേർത്ത് ആ ദേശത്ത് ഒരു കൺവെൻഷൻ നടത്തുമായിരുന്നു എല്ലാ മാസവും. ആ 5000 രൂപ മേടിച്ചിട്ട് അതുപോലെ കൊണ്ട് ഞാൻ എന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കൺവെൻഷൻ നടത്താൻ പറയുമായിരുന്നു. അമ്മ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തരും, പക്ഷെ ആ പൈസ അതുപോലെ കൊണ്ട്, കാരണം അങ്ങനെ ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്. അങ്ങനെ കൊടുക്കുക. പക്ഷെ യേശുപ്പച്ചൻ ആർക്കും കടക്കാരനല്ല. ദൈവം നമ്മൾ എന്തെങ്കിലും വിശ്വാസത്താൽ വിതച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് പ്രതീക്ഷിച്ചില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചാലും ദൈവം തക്ക സമയത്ത് നമുക്ക് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. അത്രയ്ക്കും വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോ അന്ന് അവിടെ വന്നൊരു കൺവെൻഷൻ വന്നൊരു ദേവദാസൻ, പ്രാർത്ഥന എല്ലാം കഴിയുമ്പോൾ നമ്മൾ ദേവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമല്ലോ. പ്രാർത്ഥിച്ച പിന്നെ പറഞ്ഞു, സഹോദരി, നിങ്ങൾ മഞ്ഞ് വീഴുന്നൊരു ദേശത്ത് പോകും എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കേട്ടാലും ഞാൻ ഇങ്ങനെ ചാടിയെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഞാനത് പ്രാപിക്കുന്നു, ദൈവം എനിക്ക് തന്നതിനായി സ്തോത്രം, ഞാൻ പ്രാപിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞു. ഞാനത് പ്രാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോകുലത്തിന് വർക്ക് ചെയ്തു. അപ്പം എന്റെ വിവാഹത്തിന്റെ കാര്യം ഒന്നും നടക്കുന്നില്ല. അപ്പം എന്റെ പിതാവ് അതിനിടയ്ക്ക് എന്റെ വിവാഹത്തിന്റെ സമയമൊക്കെ ആയി വന്നപ്പം ഞങ്ങള് ഈ ഹിന്ദു രീതിയിൽ ഒരു വിവാഹാലോചന കൊണ്ടുവന്ന സമയത്ത് ഞാൻ എന്റെ പിതാവുമായിട്ട് ഒരു കോൺവെർസേഷൻ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറച്ച് ഹാർഡായിട്ടുള്ള കോൺവെർസേഷൻ ഞാൻ പറഞ്ഞു, ഇതെന്റെ വിവാഹത്തിന്റെ വിഷയമാണ് ഡാഡി, എന്ത് തന്നെ ആയാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ആ വിശ്വാസത്തിലായതുകൊണ്ട്, ആ സെയിം വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ ജീവിതം മോർ പീസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഡാഡി പറഞ്ഞു, ഡാഡിയെ ഞാൻ അതിനും കുറ്റം പറയുന്നില്ല, ഡാഡിക്ക് അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ. അപ്പൊ ഡാഡി എന്നോട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2-2.5 വർഷക്കാലം വീണ്ടും മുന്നോട്ട് പോയി.
പലവിധമായ കല്യാണാലോചനകൾ വന്നെങ്കിലും ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കെ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ ജോലി ചെയ്യാൻ റിസൈൻ ചെയ്യ്, പൈസയുടെ കാര്യം ഒന്നും നോക്കണ്ട, നീ റിസൈൻ ചെയ്യ്, നീ റിസൈൻ ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നീ ഇരിക്കേണ്ടതുണ്ട് എന്ന് പറയും. എന്റെ മാതാവ് പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ നമുക്ക് തോന്നും. ആ സമയത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഹാർഡായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്ന പോലെ തോന്നും നമുക്ക്. പക്ഷെ എപ്പോഴും പറയുന്നത് ദൈവത്തിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞിട്ട് മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒരു സാധ്യത എനിക്ക് കിട്ടുന്ന സാലറി കൂടെ കിട്ടാതിരുന്ന എങ്ങനെയാ അമ്മ? അപ്പൊ അമ്മ പറഞ്ഞു, നീ വിശ്വാസത്തിൽ റിസൈൻ ചെയ്യ്, ദൈവത്തിന് എന്തൊക്കെയോ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ചില ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അടുത്ത 48 മണിക്കൂറിൽ നിനക്കൊരു വിവാഹാലോചന വരും, അതാണ് നിന്റെ വിവാഹം, അതിനെ ഉറപ്പിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അടുത്ത 48 മണിക്കൂറിൽ എനിക്കൊരു വിവാഹാലോചന വരും, അത് ഉറപ്പിച്ചോണം. എന്നാൽ ഇപ്പം അതായത് എന്റെ ഹസ്ബൻഡ് ഈ ആലോചന മുമ്പേ വന്നിട്ടുള്ളതാണ്. അപ്പം സെയിം ഫാമിലി മീൻസ് ഞങ്ങൾ ബന്ധം ഉള്ളത് കൊണ്ടും ആ ഫാമിലി തമ്മിലുള്ള സ്നേഹം കുറയുമെന്ന് വിചാരിച്ച് അമ്മ ഒരിക്കൽ മാറ്റിവെച്ച വിവാഹമാണിത്. മീൻസ് ആലോചനയാണ്. അപ്പൊ ആ ആലോചന 48 മണിക്കൂർ കഴിഞ്ഞപ്പം ഈ ദൈവം എന്നെ പറഞ്ഞ സമയമായപ്പോ വീണ്ടും ആ വിവാഹാലോചന വന്നു. അപ്പം എനിക്ക് ഉറപ്പായി. പക്ഷെ എങ്കിലും എനിക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്നു. കർത്താവെ, ഇത് തന്നെയാണോ? ദൈവം എന്നൊന്ന് ഉറപ്പിച്ചു തരണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്നപ്പോ, എന്റെ ദൈവമക്കളെ, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്ന അറിയത്തില്ല, ഏകദേശം ഒരു 10-12 വർഷത്തിന് മുമ്പാണ്. എനിക്ക് എപ്പോഴാണ് ഞാൻ ഈ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതെന്റെ അബോധ മനസ്സിൽ കിടക്കുമായിരുന്നു. ഞാൻ 10-12 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സ്വപ്നം ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. ഒരു കടൽ തീരം. ആ കടൽ തീരത്ത് ഞാനും എന്റെ കുടുംബവും ഇന്ന് നടന്നു വരുന്നു. അവിടെ ഒരു പാറയുണ്ട്, ഒരു പാറക്കൂട്ടമുണ്ട്. ആ പാറക്കൂട്ടത്തിൽ ഒരു ഹോളുണ്ട്, ഒരു ഹോളുണ്ട്. ആ ഹോളിലൂടെ എന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട് കയറുന്നു. പക്ഷെ അമ്മ ഇപ്പൊ പ്രാക്ടീസായി. അമ്മ ഇപ്പം വളരെ ഈസി ആയിട്ട് കയറുന്നുണ്ട്. ഞാനിപ്പം കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഏകദേശം കയറി തീരാറായി. അടുത്ത സീനിൽ ഞാൻ കാണുന്നത്, വീണ്ടും ഞങ്ങൾ ആ കടൽ തീരത്തിലൂടെ നടക്കുകയും ഞാൻ ഇപ്പം എന്റെ ഹസ്ബൻഡിന്റെ കുടുംബവുമായി അവരെ കുടുംബത്തിലെ എല്ലാവരും മറുസ്ഥലത്ത് നടന്നു വരുന്നു. ഞങ്ങൾ ആ കടൽ തീരത്ത് വെച്ച് ഞങ്ങള് മീറ്റ് ചെയ്യുന്ന ഒരു സ്വപ്നം. ഈ സ്വപ്നം ദൈവം എന്നെ ഓർമ്മിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ മുന്നമേ നിർണയിച്ചതാണ്, പക്ഷെ ദൈവം അത് എന്നെ ഓർമ്മിപ്പിക്കാൻ ഇപ്പോഴേ സമയമായുള്ളൂ. അതുകൊണ്ട് ദൈവം എനിക്ക് ആ ഒരു സ്വപ്നം ഓർപ്പിച്ചു തന്നു. അപ്പം എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം വളരെ ക്രമീകരണത്തോടുകൂടി, ഡാഡിയുടെ സപ്പോർട്ടോടു കൂടി. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഡാഡിയോടൊന്ന് ഇച്ചിരി ഹാർഡായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഡാഡിയോട് പറഞ്ഞായിരുന്നു, ഡാഡി, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ. പക്ഷെ ഞാനൊരു പ്രോമിസ് തരാം, എന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു വ്യക്തിയോട് ഞാൻ പോകത്തില്ല. ഡാഡിയുടെ ഇഷ്ടപ്രകാരം മാത്രമേ ഞാൻ ഈ ഭവനത്തിൽ നിന്ന് ഡാഡിയുടെ അനുഗ്രഹത്തോടെ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ഒരു വിവാഹം നടക്കത്തില്ല എന്ന് ഡാഡി പറഞ്ഞു. എന്നാൽ പിന്നീട് എന്റെ പിതാവ് തന്നെ നിന്ന് ഞങ്ങളുടെ വിവാഹം വളരെ സന്തോഷകരമായി നടത്തി. എന്നാൽ ഈ വിവാഹത്തിന് മുമ്പ് ദൈവം പല ദൈവദാസന്മാരെയും വീട്ടിൽ അയച്ചിട്ടുണ്ട്. ഒരു മീറ്റിംഗ് നടന്ന സമയത്ത് ഒരു ദൈവദാസൻ എന്നോട് ചൂണ്ടിയിട്ട് പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ വിവാഹം ഈ ദേശത്ത് ഒരു റോയൽ തലത്തിൽ നടക്കും, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചാടി എണീറ്റ് പറഞ്ഞു, യെസ് ദൈവദാസനെ, ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാപിക്കുന്നു. ഞാൻ ഇപ്പോഴും അങ്ങനെ ഞാനൊരു ദൂത് കേട്ട് കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ അത് പ്രാപിക്കുന്നു. അത് സമയമാകുമ്പോൾ ദൈവം എനിക്ക് തരും. പക്ഷെ അത് ദൈവഹിതമാണെങ്കിൽ അതെനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ ദൂതുകളെ പ്രാപിക്കാറുള്ളത് സാധാരണ. അപ്പോ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഈ ദൂത് എന്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇതുപോലെ വിവാഹത്തിനൊക്കെ മുമ്പുള്ള കാര്യമാണ്. ഞാനും എന്റെ സഹോദരനും വെളിയിൽ ഇങ്ങനെ കട്ടൻ ചായം കുടിച്ച് രാവിലെ ഇരുന്നിട്ട്, ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ദൈവകാര്യങ്ങൾ സംസാരിക്കും. എന്നിട്ട് പറയും, എന്റെ സഹോദരൻ പറയും, എന്നെ ദൈവം ഇങ്ങനെ ഉപയോഗിക്കും, അപ്പൊ ഞാൻ പറയും, എന്നെ ദൈവം ഇങ്ങനെ ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തില് ഞാൻ പറഞ്ഞു, എന്റെ വിവാഹം ഈ ദേശത്ത് റോയൽ ആയിട്ട് നടക്കും, അതൊരു കൺവെൻഷൻ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കൺവെൻഷൻ ആയിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ദൈവമക്കളെ, അതുപോലെ തന്നെയായിരുന്നു എന്റെ വിവാഹം. ആ വിവാഹം നടന്ന ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾ മുമ്പ് വരെ ഒരു തിയേറ്റർ ആയിരുന്നു. ആ തിയേറ്റർ അവർ മാറ്റിയിട്ട്, ആ ദേശത്ത് അങ്ങനെ ഒരു ഓഡിറ്റോറിയം ഇല്ല. അതുപോലത്തെ ഭയങ്കര സെറ്റപ്പോട് കൂടിയ ഒരു ഓഡിറ്റോറിയത്തില് എന്റെ വിവാഹം നടക്കുന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പം എന്റെ ഡാഡി പറഞ്ഞിരുന്നെന്ന് വെച്ചാല്, നമ്മള് ഇങ്ങനെ ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹം ആയതുകൊണ്ട് ആ വിവാഹത്തിന് അധികം ആൾക്കാരൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരു ഫാമിലി അല്ലേ. അപ്പൊ ഒരു ഫാമിലി എന്നുള്ളവരായതുകൊണ്ട് ഒരു 500-600 പേര് കൂടുതൽ ഈ കല്യാണത്തിന് വരത്തില്ല എന്ന് ഡാഡി അമ്മയോട് വെല്ലുവിളിച്ചിരുന്നു. ലെറ്റർ പോലും ഞങ്ങൾ അവസാന നിമിഷമാണോ പിന്നെ എക്സ്ട്രാ അടിച്ചൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. കുറെ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ അനുഗ്രഹമായിട്ട് നടന്നു. ആ വിവാഹത്തിന്റെ ദിവസം ഭയങ്കര മഴയായിരുന്നു. പക്ഷെ ആ ഓഡിറ്റോറിയത്തിൽ
ഏകദേശം 1100-ൽ പരം ആൾക്കാര്, ജാതികളായിട്ടുള്ളവരും വിശ്വാസികളായിട്ടുള്ള എല്ലാവരും, അവിശ്വാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു, നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ആ കടന്നു വന്ന് ഞങ്ങളെ വിവാഹം നടത്തിയ ആ ദേവദാസൻ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ദേവദാസൻ ഒരു കൺവെൻഷൻ പ്രസംഗം പോലെ ഞാൻ എന്താണോ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞത് അതേപോലെ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന്റെ രീതിയിൽ ഞങ്ങളുടെ വിവാഹം മാറി. അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് ഒരു ആന്റി വന്നിട്ട് എന്റെ ഡാഡിയോട് പറയുന്നു, നിങ്ങൾ നടത്തിയ ഒരുപോലൊരു വിവാഹം ഇന്ന് വരെ ഈ ദേശത്ത് നടന്നിട്ടില്ല, ഇങ്ങനൊരു കല്യാണം ഞങ്ങൾ കണ്ടിട്ടില്ല, സ്വർണ്ണമൊന്നും ഇട്ടിട്ടില്ലല്ലോ, കൈ മാത്രം ഇങ്ങനെ പിടിച്ചു, താലിയൊന്നും കെട്ടിയില്ലല്ലോ എന്ന് എന്നോട് 2-3 പേര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, താലി കെട്ടുന്ന എത്രയോ ബന്ധങ്ങൾ നശിച്ചു പോകുന്നു, പക്ഷെ ഇതെന്ന് പറഞ്ഞ വാക്കാലെ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തുന്ന വിവാഹമാണ്, ആ വിവാഹം എന്നും അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. ദൈവം അതുപോലെ തന്നെ എന്റെ കുടുംബജീവിതത്തിൽ ഇന്ന് വരെയും ദൈവം ചെയ്തു പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ദൈവം എനിക്ക് തന്നു. ദൈവം സന്തോഷമായി വഴി നടത്തുന്നു. സോ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിന്റെ പപ്പയും അമ്മയും ഹസ്ബൻഡ് വന്നു ഒമാനിലായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ തന്നെ വീണ്ടും കാരണം ആ വീട്ടിൽ അവിടെ കൊല്ലത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോ സഭയുടെ സഭയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷയിലും സഭയുടെ ആക്ടിവിറ്റീസിലും എല്ലാം ചേർന്ന് നിൽക്കാനൊക്കെ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2 പ്രാവശ്യം ഒമാനിൽ വിസിറ്റിംഗ് വിസയിൽ പോയി. ഒരു പ്രാവശ്യം ഞാൻ പോയി സ്ഥലമൊക്കെ കണ്ടു, പപ്പയുടെ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്നു. 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഒമാൻ പ്രൊമെട്രിക് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേഴ്സാണല്ലോ. അപ്പം എന്റെ അമ്മ എന്റെ ഹസ്ബൻഡിനോട് വിവാഹം കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ എത്ര കഷ്ടപ്പെട്ടാലും മീൻസ് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ മോളെ ജോലിക്ക് വിടണേ, കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. ഞാൻ മസ്കറ്റില് എക്സാം പാസ്സായിട്ട് ഞാൻ പോയി. പക്ഷെ എപ്പോഴും ഞാൻ വിവാഹത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഞാൻ ജോലിയുടെ വിഷയത്തിലാണെങ്കിലും എപ്പോഴും അപ്പൊ ഞങ്ങളുടെ മെന്ററായിട്ടുള്ള ഒരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ ബാബു തോമസ്, ട്രിവാൻഡ്രത്തുള്ള ഒരു ദേവദാസനാണ്. ആ ദേവദാസൻ എന്റെ വീട്ടിൽ ഞങ്ങൾ വരികയും ഞങ്ങളെ വചനത്തെ ഉറപ്പിക്കുകയും ഞങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയും ഞങ്ങളെ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം ദേവദാസൻ എന്നോട് പറയുമായിരുന്നു, മനീഷ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, അതായത് എനിക്ക് ഇങ്ങനെയുള്ള ചെറുക്കനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനൊരു ഫാമിലി വേണം. അപ്പൊ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാം എഴുതുമായിരുന്നു. പക്ഷെ ഞാൻ എന്റേതായ ഒരു മെത്തേഡിൽ ഇതെല്ലാം എഴുതിയിട്ട് അതിന്റെ അവസാനം എഴുതും, എങ്കിലും കർത്താവേ അങ്ങയുടെ ഹിതം മതി എന്ന് ഞാൻ എപ്പോഴും ആ ഒരു പേപ്പറിൽ ഞാൻ എഴുതി വെച്ച് എന്റെ വിവാഹം കഴിയുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും കർത്താവേ എന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതം പോലെ നടക്കണമെന്ന്. എനിവേ വിവാഹം കഴിഞ്ഞു, ഒമാൻ പ്രൊമെട്രിക്ക് പാസ്സായി. ഞാൻ അവിടെ പോയി എക്സാം എല്ലാം അവിടെ ചെന്നു, ഓറൽ എക്സാം എല്ലാം പാസ്സായി, എല്ലാം റെഡിയായി. അപ്പോഴാണ് അറിയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ് മോനെ. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് മെഡിക്കൽ പാസ്സാവാൻ പറ്റത്തില്ല, ബിക്കോസ് നിങ്ങൾ പ്രഗ്നന്റ് ആണ്, എക്സ്റേ എടുക്കാൻ പറ്റത്തില്ല, അപ്പൊ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ 1-2 പേര് എന്നോട് ചോദിച്ചു, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നല്ലോ, എന്താ ചെയ്യും? പക്ഷെ എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു, ദൈവത്തിന്റെ ഹിതമാവുന്നത് മാത്രമേ എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ഞാൻ ഒന്ന് തെറ്റായിട്ട് സ്റ്റെപ്പ് വെച്ചാലും, അല്ലെങ്കിൽ ഞാൻ പോകുന്നത് കറക്റ്റ് ആയിട്ടല്ലെങ്കിലും എന്നെ കറക്റ്റ് ചെയ്ത് എന്നെ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദൈവമായിട്ട് ആണ് എന്റെ ബന്ധം. അതുകൊണ്ട് ദൈവം എന്നെ നടത്തും. ഇത് കറക്റ്റ് എല്ലാം പ്രോപ്പർ ടൈമിൽ ദൈവം എന്നെ നടത്തുന്നതാണ്. കാരണം എന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിലും എന്റെ വിവാഹത്തിന്റെ വിഷയത്തിലെല്ലാം ദൈവം പ്രോപ്പർ ടൈമിൽ ആപ്റ്റായിട്ട് ദൈവം എല്ലാം ചെയ്തതുകൊണ്ട് ഈ കാര്യം ഞാൻ വളരെ സന്തോഷത്തോടെ, ആ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇന്ന് വരെയും എനിക്ക് അതിനൊരു റിഗ്രറ്റ് ഇല്ല. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നു. അതിനു മുമ്പായിട്ട് ഞാൻ ഒമാനിലൊരു പ്രഗ്നൻസിയുടെ ആദ്യ മാസങ്ങളിൽ ഞാൻ ഒമാനിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് പെട്ടെന്നൊരു ഞാൻ പറയുവാണെങ്കിൽ ഒരു പൈശാചിക അറ്റാക്ക് ഉണ്ടായിട്ട് പെട്ടെന്ന് എനിക്കൊരു അറ്റാക്ക് ഉണ്ടായിട്ട് എന്റെ ഉദരത്തിലെ കുഞ്ഞിനെ നശിപ്പിക്കുന്ന പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ഞാൻ പെട്ടെന്ന് ഉണ്ടായി. പക്ഷെ എന്നാൽ ഞാനിങ്ങനെ ആ പിശാച് ആ ഒരു അറ്റാക്ക് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് മറ്റൊരു വ്യക്തി അന്യഭാഷ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അതിനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ വാർഫെയറിന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാനും മാതാവും മാത്രമേ, ഹസ്ബൻഡിന്റെ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, പക്ഷേ ഐ നോ ഐ എം സേഫ്, ഞാൻ സേഫ് ആണ്, കുഞ്ഞ് സേഫ് ആണെന്ന് എനിക്കറിയാം, കാരണം ഞാൻ അതിനോട് യുദ്ധം ചെയ്തു, ആത്മാവിൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനും 2 മാസം വിജീഷ് എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര്, വിജീഷിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 2ാം മാസത്തിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവം തന്ന കുഞ്ഞാണ്, പക്ഷെ പിശാച് ഒന്ന് ആക്രമിക്കാൻ നോക്കിയതാ, പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ചെറുതായിട്ടൊരു സ്പോട്ടിങ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല. എനിക്കറിയായിരുന്നു സ്പോട്ടിങ് ഉണ്ടായാലും ഇത് ദൈവം തന്ന കുഞ്ഞായിട്ട്. ഞങ്ങൾ 2 പേരും കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ദൈവം ഞങ്ങൾക്ക് തന്ന കുഞ്ഞാണ്, അതുകൊണ്ട് ദൈവം അതിനെ ഉറപ്പിക്കുന്നതിന്, അതിനെ വളർത്തുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്നു. പ്രഗ്നൻസി ടൈമെല്ലാം
പ്രാർത്ഥനയാലും മാത്രമായിരുന്നു. പോരാട്ടങ്ങൾ ഇല്ലെന്നല്ല, ഉണ്ട്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ദൈവം താങ്ങുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ദൈവം നടത്തുകയൊക്കെ ചെയ്തു. എന്നാൽ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡെലിവറി റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് മുമ്പേ വന്നവരെല്ലാം പ്രസവിച്ചു പോയി. അപ്പൊ ഡോക്ടർ, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ഡെലിവറി. അപ്പൊ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മനീഷ സിസേറിയന് നോക്കാം, ഇത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ, അപ്പൊ നമുക്ക് സിസേറിയന് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് പെട്ടെന്നൊരു വിശ്വാസം ഉണ്ടായി. ഞാൻ എന്റെ വയറ്റിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അത് നമുക്ക് അവിടെ സ്കാനിങ് ഒന്നും ഇല്ലല്ലോ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ ഞാൻ നോർമലായിട്ട് ജന്മം നൽകും. ഞാനത് വിശ്വസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനിത് ഏറ്റു പറയുകയാണ്. ഞാൻ അവിടെ അടുത്തുള്ള ആൾക്കാരെ ഒന്നും നോക്കി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു പെയിൻ ഉണ്ടായി. ഞാൻ എന്റെ മകന് ജന്മം നൽകി. സോ അത് നോർമൽ ഡെലിവറി ആയിരുന്നു. അത് എന്റെ ജീവിതത്തില് വലിയ ദൈവം ചെയ്ത മറ്റൊരു എൻകൗണ്ടർ ആണ്. ദൈവവുമായി കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ അടുക്കുന്ന ഒരു എൻകൗണ്ടർ ആണ്. സോ അങ്ങനെ മകനുണ്ടായി, പലവിധമായ വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ദൈവം അനുഗ്രഹമായി മുന്നോട്ട് നടത്തിക്കൊണ്ടിരുന്നു. അന്ന് ഹസ്ബൻഡ് ഒമാനിലാണ്. എന്നാൽ ഞാൻ പറയട്ടെ, മെയിൻ ആയിട്ടൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്റെ ജീവിതത്തിലെ ഭയങ്കര ടേണിംഗ് പോയിന്റ് ഉള്ള ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു, ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്യാണ്. എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, വേറെ ചിലരൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊരു ഡ്രൈവർ ഉണ്ട്. ആ ബസ് ഇങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ച് ദൂരം കഴിഞ്ഞപ്പം ഈ അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ അവർക്ക് ഫുഡൊന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ വഴി നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പകുതി ചെന്നപ്പോ അവരെ നമ്മുടെ വണ്ടിയിൽ കയറ്റുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കരുതി വെച്ചിരുന്ന ഫുഡ് അവർക്ക് കൊടുക്കുന്നു. അടുത്ത സ്റ്റോപ്പിൽ അവർ ഇറങ്ങുന്നു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ എന്നോട് പറയുക, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പെട്രോൾ അടിച്ചു തരണം. അപ്പൊ ഞാൻ പറയുന്നു, ഓക്കെ, എത്ര രൂപ ആവും, ഞാൻ പെട്രോൾ അടിച്ചു തരാം, കുഴപ്പമില്ല, എന്നെ കൊണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒത്തിരി വഴി കിടക്കുന്നുണ്ട് മുന്നോട്ട്. ഒത്തിരി ബുദ്ധിമുട്ടുള്ള വഴിയാണ്. പക്ഷെ അങ്ങേ ദൂരദേശത്ത് ഒരു ചെറിയ സർക്കിൾ, അതിൻ്റെ ഉള്ളില് മഞ്ഞ് വീഴുന്ന ഒരു ദേശം. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഇത്ര മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഈ സ്വപ്നം കണ്ട് ഈ മസ്കറ്റ് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുന്നു, മോനെ പ്രസവിക്കുന്നു. പിന്നെ 2-3-4 വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് ആദ്യം ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിന്റെ പപ്പയും അമ്മയും റിട്ടയർഡ് ആയ ഒരു ഇതോടുകൂടി ഹസ്ബൻഡ് അമ്മയും ഒന്ന് സെറ്റിൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വീണ്ടും കൊല്ലത്ത് വീണ്ടും ഒരു പ്രോപ്പർ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നത്. കാരണം പപ്പയും അമ്മയും റിട്ടയർഡ് ആയി. ഹസ്ബൻഡും ജോലി ഉപേക്ഷിച്ചിട്ട് അല്പസമയത്തേക്ക് പപ്പയും അമ്മയുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ താമസിച്ചു പോകണം. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് പുതിയൊരു ജോലിക്ക് പോകണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവത്തിന് ഹിതമാകുന്ന സമയമാകുന്ന ദൈവം തുറക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവാത്മാവിനോട് പറഞ്ഞു, സെപ്റ്റംബർ 25-ാം തീയതി ദൈവം ഒരു വഴി തുറക്കും. അപ്പൊ അന്നൊരു ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ച പെട്ടെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നപ്പോൾ ഒരു കോള് വരുന്നു, ഹസ്ബൻഡിന് UK പോകാൻ ഒരു ഷിപ്പ്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഷിപ്പിലാണ്. അപ്പൊ ഷിപ്പിൽ എവിടേക്കോ അപ്ലൈ ചെയ്തിട്ടിരുന്നതിന്റെ പേരിൽ ഒരു വിളിച്ചതാണ്, എത്രയും പെട്ടെന്ന് കയറി പോകണം UK. അപ്പൊ കുറച്ച് ക്യാഷ് ഒക്കെ നമ്മൾ കൊടുക്കണം, UK പോകാൻ ഒരു അവസരം വന്നു. അപ്പൊ ഞങ്ങള് യെസ്, ദൈവം പറഞ്ഞ ദിവസമാണല്ലോ, യെസ്, ഗോ ഹെഡ്. അപ്പം ഞാനും ഓക്കെ, ദൈവം പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്നു. അപ്പോ അത് കഴിഞ്ഞ് അപ്പം ഹസ്ബൻഡിന്റെ പപ്പയുടെ അമ്മ ഉണ്ടായിരുന്നു, ഇപ്പം അമ്മച്ചി മരിച്ചുപോയി. ആ അമ്മച്ചിയോട് യാത്ര പറയാൻ വേണ്ടി ഞങ്ങൾ കുടുംബ വീട്ടിൽ ചെന്നു. അപ്പൊ അവിടെ ഒരു വലിയ സഭയുണ്ട്, കിളിമാനൂരാണ് ഇത്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് അമ്മച്ചിയോട് യാത്ര പറയാൻ പോയപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇത്രയും വലിയൊരു യാത്ര പോവാണ്, ഇത് UK എന്ന് പറഞ്ഞാൽ നമ്മള് ഒരിക്കലും മൈൻഡിൽ, ഞങ്ങൾക്ക് ഗൾഫ് അതുവരെ ഉള്ളൂ നമ്മുടെ ലിമിറ്റ്. അപ്പം UK എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്തൊരു രാജ്യമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പാസ്റ്റർ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ കുറച്ച് ആലോചനകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, പക്ഷേ ഒരു 6 മാസം ആകുമ്പോൾ എല്ലാം സെറ്റ് ആവുകയും അത് കഴിഞ്ഞ് നിങ്ങൾ ഫാമിലിയായി ആ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു സത്യം പറഞ്ഞ. പക്ഷെ എനിക്ക് ഈ സ്വപ്നം ഞാൻ 6 വർഷം ഏകദേശം അന്ന് ഈ ഒരു വഴി തുറക്കുമ്പോൾ ഏകദേശം 5-5.5 വർഷമായി. ഈ സ്വപ്നം ഒന്ന് ക്ലിക്ക് ചെയ്തു. പക്ഷെ ഞാൻ അതവിടെ വെച്ചു, കാരണം എന്താ നമുക്ക് അറിയത്തില്ലല്ലോ. എനിവേ, വിത്തിൻ 3 days ഹസ്ബൻഡ് ആ ജോലിക്ക് പോയി. അവിടെ പോയിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ജോലിയല്ല, ഇത് വെരി ഹാർഡാണ്, വലിയൊരു ഷിപ്പിലേക്ക് ജോലിക്കാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് ഒരു ചെറിയ ഷിപ്പാണ്, ഭയങ്കര ഹാർഡായിട്ടുള്ള ജോലിയാണ്, വൺ ഓഫ് ദ
ഹാർഡസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. അങ്ങനത്തെ ഒരു ഫിഷിംഗ് വെസലിൽ കയറി പോകുന്നു, ഫിഷ് പിടിക്കുന്നു, മാസങ്ങളോളം, ആഴ്ചകളോളം, സോറി ദിവസങ്ങളോളം നമ്മൾ ആ ഷിപ്പിൽ തന്നെ വലിയ ഫെസിലിറ്റികളൊന്നും ഇല്ലാതെ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഞാൻ മിക്കവാറും കയറി വരും എന്ന് പറഞ്ഞു. വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു ദേവദാസൻ ഇപ്പൊ ഒരു ദേവദാസൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മനീഷ, ദൈവാത്മ പറയുന്നു ആകെ കുഴഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് സ്പിരിച്വലി വെളിപ്പെടുന്നത്, പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആവും, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്താന്ന് നോക്കാം എന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം അവിടെ ഹസ്ബൻഡ് ചെന്നിറങ്ങിയപ്പോ അവിടെ കുറച്ച് മലയാളികൾ ഓൾറെഡി വന്നവരുണ്ട്. അവരൊന്നും പണിയില്ലാതിരിക്കുക. അപ്പൊ ഹസ്ബൻഡ് അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യും, ഞാൻ കയറി വരാം എന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോ ഒരു പെട്ടെന്ന് ഒരു ഫിഷിംഗ് ബോട്ട് ആക്റ്റീവായി. എന്നിട്ട് അവര് പറഞ്ഞു, ഹസ്ബൻഡിനോട് വന്നിട്ട് നീ വാ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ജോലി ആരും ഇവിടെ ജോലി ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ജോലി ലഭിക്കുകയും, അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള ജോലിയാണെങ്കിലും ഏകദേശം 10 മാസം ഈ നോർത്തേൺ അയർലൻഡിലാണ് വന്നത്. നോർത്തേൺ അയർലൻഡില് 10 മാസം ജോലി ചെയ്യാൻ ദൈവം സഹായിച്ചു. പലവിധമായ സാഹചര്യങ്ങളിലൂടെ അന്ന് കടന്നുപോയി. പക്ഷെ ഭയങ്കര ഇറ്റ് വാസ് ലൈക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ബട്ട് ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവം വളരെ 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 സേഫ് ആയിട്ട് സൂക്ഷിച്ചു. എടുത്തു പറയുവാണെങ്കിൽ ഇവിടെ ഒരു അസുഖം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. പോയാലും നമ്മുടെ കാർഡ് ഒക്കെ കാണിക്കണം, നമുക്കൊരു ഡോക്ടർ GP കാണും, അങ്ങനെയൊക്കെയാ. പക്ഷെ ഈ ഒരു 10 മാസത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോലും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ ദൈവം വളരെ വളരെ നന്നായി സൂക്ഷിച്ചു. ഈ സമയത്ത് ഇവിടെ ഞങ്ങളിപ്പം ആരാധിക്കുന്ന ബെൽഫാസ്റ്റിലെ UT ഇന്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ചർച്ചുമായി ബന്ധപ്പെട്ടു. അപ്പൊ ആ ചർച്ചിൽ ഒത്തിരി നഴ്സുമാരും ചേച്ചിമാരും ആന്റിമാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു, വൈഫ് നേഴ്സല്ലേ, അവളോടൊന്ന് പഠിച്ച് കയറി വരാൻ പറ, എന്നിട്ട് വിജീഷ് അങ്ങ് പോയിട്ട് നിങ്ങൾ കുടുംബമായിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ആ സ്വപ്നത്തിന്റെ തുടക്കം ദൈവം തുടക്കം ഇട്ടു. അപ്പം സോ നൗ ഐ ഹാവ് ടു പ്രിപ്പയർ. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്താണ് വീട്ടിൽ നിന്നും കുഞ്ഞുണ്ട്, അമ്മയും പപ്പയും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഈ 6 വർഷത്തെ ഗ്യാപ്പ് എനിക്ക് ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ദൈവം തന്ന സ്വപ്നമല്ലേ എന്ന് വിചാരിച്ചു. ആ സ്വപ്നത്തിനൊത്ത് കാല് വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായി ഒരു IELTS ക്ലാസ്സിന് ചേർന്നു. IELTS ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞു സ്കൂളിൽ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് ഹസ്ബൻഡ് ഇവിടെയാണ്, ബെൽഫാസ്റ്റിലാണ്. എന്നിട്ട് 10 മാസം കഴിഞ്ഞ് മടങ്ങി വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് IELTS എക്സാം എഴുതി. IELTS എക്സാം എഴുതി റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കൊല്ലം പോളയത്തോട് AG സഭയില് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. കർത്താവേ നിന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു പോയി. അപ്പൊ ഒരു ദേവദാസൻ ഞാൻ ഒരു ദേവദാസനോട് പ്രാർത്ഥിച്ചു, ഞാൻ എക്സാം എഴുതിയേക്കുവാണ്, ദേവദാസനെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞപ്പം ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സഹോദരി, ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ നിയമം ദൈവം മാറ്റുമെന്ന്. എനിക്കറിയത്തില്ല അതെന്താണ്. സോ 5 ദിവസം കഴിഞ്ഞപ്പോൾ, ഏകദേശം 5 ദിവസം കഴിഞ്ഞപ്പോൾ IELTSന്റെ റിസൾട്ട് വന്നു. എനിക്ക് റിക്വയർഡ് സ്കോർ, അതായത് എനിക്ക് ലഭിക്കേണ്ട സ്കോർ കിട്ടിയില്ല. പക്ഷേ പറഞ്ഞ ദൈവമല്ലേ പറഞ്ഞത്. യെസ്, ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ OET എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതിയാണ് ഇപ്പൊ മിക്കുള്ളവരും എല്ലാവരും UK വരുന്നത്. ഈ OET എക്സാം അന്ന് ഓസ്ട്രേലിയ മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ. ഈ 2 ദിവസം കഴിഞ്ഞപ്പം UK ഈ OET എക്സാം ആക്സെപ്റ്റ് ചെയ്തു. സോ അത് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. കാരണം ഈ OET എക്സാമിൽ നമ്മൾ സംസാരിക്കേണ്ടത് മെഡിക്കൽ ടേംസും കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എന്നാൽ അതും ഒരു ഏകദേശം 2 പ്രാവശ്യം ഞാൻ എഴുതേണ്ടി വന്നു. എന്നാൽ ഈ സമയത്തെല്ലാം ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുവായിരുന്നു. ദൈവമക്കളെ, സത്യം പറഞ്ഞാൽ ദൈവം എന്നെ ഓരോ ദൈവത്തോടുള്ള വിശ്വാസവും, ഓരോ സ്ഥലത്ത് പോകുമ്പം ദൈവം ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ദൈവം ഒരു ഉദ്ദേശമില്ലാതെ ദൈവം എവിടെ അയച്ചില്ല. ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ പോയി നമ്മൾ ഇവിടെ ദൈവം എന്തിനാ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നേന്ന് ചിന്തിക്കുമ്പം അതിന്റെ ഒരു പർപ്പസ് ദൈവം അപ്പൊ വെളിപ്പെടുത്തി. ചിലപ്പോൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാനായിരിക്കും, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും, ചിലപ്പോൾ ആ വ്യക്തിയെ ചിലപ്പോൾ ഒന്ന് സഹായിക്കാൻ വേണ്ടി, ഒരു കരം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം. പക്ഷെ നമുക്ക് തോന്നുന്നു നമ്മളെ ജീവിതത്തിൽ അത്ഭുതം ഒന്നും നടന്നില്ലല്ലോ, ഞാൻ അവിടെ പോയിട്ട് അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷെ നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റൊരു വ്യക്തിക്ക് ഒരു കൈത്താങ്ങാവാനായിരിക്കും ദൈവം അയച്ചത്. അതുപോലെ തന്നെ ഈ 2 സ്ഥലങ്ങളിലും, ട്രിവാൻഡ്രത്ത് ഞാൻ 2 പ്രാവശ്യം പഠിക്കാൻ പോയി, കൊല്ലത്തും ഞാൻ പഠിച്ചു. അപ്പോഴൊന്നും ഞാൻ പാസ്സായില്ല. ഒത്തിരി കുറച്ച് ഡൗൺ ആയ നിമിഷങ്ങളായിരുന്നു. എങ്കിലും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും കർത്താവിന്റെ ദാസന്മാരെ അയച്ചൊക്കെ ദൈവം ആ സമയം ഇങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓക്കെ, മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചു.
അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മൂന്നാമത്തെ ഒരു അറ്റംപ്റ്റ് കൂടെ നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആലപ്പുഴ ജില്ലയില് ഒരു സ്ഥലത്ത് ചേർന്നു. അവിടെ ആ സമയത്ത് ആലപ്പുഴ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പഠിച്ചു താമസിച്ചുകൊണ്ട് ഞാൻ പഠിക്കും. അങ്ങനെയായിരുന്നു. ഞായറാഴ്ച മാത്രം വീട്ടിൽ പോകും, തിരിച്ചു വരും. അങ്ങനെ ഒറ്റ മാസം. എന്നാൽ അന്ന് വരെ ഞങ്ങൾ ഇപ്പം ഹസ്ബൻഡ് യു കെയിലായിരുന്ന സമയത്ത് ഞാൻ ശേഖരിച്ചു വെച്ച പൈസയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇത്രയും നാളെ എക്സാം എഴുതാനും ഒക്കെ യൂസ് ചെയ്തത്. എന്നാൽ അതെല്ലാം ഏകദേശം തീർന്നു വന്നു. ആ സ്വപ്നത്തിൽ ദൈവം കാണിച്ചതുപോലെ ചില ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യാനും ദൈവം ഓർമ്മിപ്പിച്ചു. അതും ചെയ്തു. അതും ഈ പൈസ, ഈ ഞങ്ങൾക്ക് കരുതി വെച്ചിരുന്ന പൈസയിൽ നിന്ന് എടുത്ത് പല ഫാമിലികളെയും ഹെൽപ്പ് ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ എക്സാമിന്റെ സമയമായി. അപ്പോഴാണ് അറിയുന്നത് ഓഗസ്റ്റ് മാസത്തില് ഞാൻ എക്സാം എഴുതിയില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ ഞാൻ എഴുതുന്ന എക്സാമിന്റെ മോഡ്യൂൾ മാറാൻ പോവുക. ആ എക്സാം ഞാൻ എഴുതിയില്ലെങ്കിൽ പിന്നീട് ഞാൻ ഒന്നേന്ന് പഠിക്കണം. സോ അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തായാലും നീ എഴുത്, ഇപ്രാവശ്യം കിട്ടും എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യാറുണ്ട് ഇപ്പോഴും. അപ്പം ഞാൻ ഓക്കെ എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് എന്റെ മാതാവും ഒക്കെ എന്നെ ഹെൽപ്പ്, പിന്നെ നാത്തൂൻ ഹസ്ബൻഡിന്റെ സഹോദരി ഒക്കെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ആ സമയത്ത് ആരുടെ കയ്യിലും പൈസ ഇല്ലായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ പൈസ എങ്ങനെ അടയ്ക്കും? ഒരു സ്ലോട്ട് ഉണ്ട്, പക്ഷെ കിട്ടിയേക്കുന്നത് ചണ്ഡീഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ത്യയിലെ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം എനിക്ക് സ്ലോട്ട് കിട്ടിയേക്കുന്നത്. ഞാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തു, എക്സാമിന് ബുക്ക് ചെയ്യാനുള്ള പൈസ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡിന്റെ ഒരു കസിൻ ഒരു ഷോർട്ട് ബ്രേക്ക്, വെരി ഷോർട്ട് ബ്രേക്ക്, ഒരു 2 ദിവസത്തേക്ക് ദുബായിൽ നിന്ന് തന്റെ ഫാമിലിയെ കാണാൻ വേണ്ടി വന്നു. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓവർ ദ ഫോണിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് തന്നു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതായത് സാധാരണ ഒരു എക്സാമിന് നമ്മൾ ബുക്ക് ചെയ്യുന്നേക്കാൾ 3 ഇരട്ടി പൈസ ചെലവാക്കിയാണ്, ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ്. എന്തിനാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ട് എടുത്തതെന്ന് ഞങ്ങൾക്ക് ഇന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും ഇങ്ങോട്ട് ട്രെയിൻ ടിക്കറ്റും എടുത്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും യാത്രയ്ക്ക് പുറപ്പെടുക. ആ സമയത്താണ് അത് ഒരു ഓഗസ്റ്റ് 9 ഞങ്ങൾക്ക് യാത്ര പോകേണ്ടത്. 10-ാം തീയതി എക്സാം. അപ്പോ ഈ ഓഗസ്റ്റ് 9 എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വെള്ളപ്പൊക്കം വരുന്നൊരു സമയമായിരുന്നു. സോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്തായാലും വിശ്വാസത്തോടെ ഇറങ്ങുക. റെയിൽവേ സ്റ്റേഷൻ അടയ്ക്കുന്നുണ്ട്, അവിടെ വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നുണ്ട്, നമുക്കൊന്നും അറിയത്തില്ല. സോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ ഹസ്ബൻഡ് അമ്മ പറഞ്ഞു നിങ്ങൾ ധൈര്യത്തോടെ പോയി, ഇതുവരെയും ദൈവം നിങ്ങളെ നടത്തിയില്ലേ, ദൈവം വഴി തുറക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഹസ്ബൻഡിന്റെ ഇളയ സഹോദരിയുടെ വീട് എറണാകുളത്താണ്. അപ്പൊ അവിടെ പോയി ഞങ്ങൾ ഓവർനൈറ്റ് സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഒരു സഹോദരൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ എയർപോർട്ടിൽ കയറി ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞു. ഞാൻ വാഷ്റൂമിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് ഒരു എയർപോർട്ടിലെ സ്റ്റാഫ് വന്നിട്ട് എന്റെ ഹസ്ബൻഡ് വിളിച്ചു എങ്ങോട്ട് പോവാനാ? അപ്പൊ പറഞ്ഞു ചണ്ഡീഗഡിലോട്ട് പോവാനാ, ബാംഗ്ലൂരിൽ കണക്ട് ഫ്ലൈറ്റാ എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ പക്ഷെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫ്ലൈറ്റ് അവസാനത്തെ ഫ്ലൈറ്റ്, അതറിയാവോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. പിന്നെ ഞങ്ങൾ അയാളെ കണ്ടില്ല. പക്ഷെ ഞങ്ങള് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ടി വിയിൽ കാണുക കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു. സോ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ ഉറപ്പിക്കുമെന്നൊക്കെ നമ്മൾ ബൈബിളിൽ പല ഭാഗത്ത് കാണുന്നുണ്ടല്ലോ. അതുപോലെ ദൈവം ഒരു ദൂതനെ അയച്ച് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ഫ്ലൈറ്റ് ആണ് അവസാനം, പക്ഷെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടുന്ന് ഞങ്ങൾ ചണ്ഡീഗഡിൽ പോയി എക്സാം ഞാൻ എഴുതി. അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനത്തിൽ പാർക്കാനും ഒരു ദൈവദാസൻ മുഖാന്തരം ഞങ്ങൾക്കൊരു ഭവനത്തിൽ പാർത്തു. ഞാൻ എക്സാം എഴുതി തിരിച്ചു വന്നത് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, എനിക്ക് മുന്നത്തെ വർഷത്തെ പോലെ ഈ പ്രാവശ്യം എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലെന്ന്. അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിന്റെ കോൺഫിഡൻസ് എല്ലാം പോയെങ്കിൽ ഈ പരീക്ഷയിൽ നീ ജയിക്കും എന്നോട് പറഞ്ഞു. എന്നാൽ ഈ പരീക്ഷയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു. അപ്പൊ എപ്പോഴും ഞാൻ എന്റെ സഹോദരനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ സഹോദരനോട് പ്രാർത്ഥിച്ചപ്പം സഹോദരൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാനൊരു വെളിപ്പാട് കാണുന്നു, ഒരു വെള്ള എൻവലപ്പ്, അതിന്റെ മുകളിൽ പച്ച മഷി കൊണ്ട് ഒരാൾ സൈൻ ചെയ്യുന്നു, നീ ഈ എക്സാം പാസ്സാവും, എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ട്, എങ്കിലും നമ്മള് ആ പെർഫോമൻസ് നമുക്കറിയാലോ. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഉള്ള യാത്രയാണ്. ഇതെല്ലാം ദൈവം നടത്തിയ വഴികളാണ്. തിരിച്ചു വരുന്ന യാത്ര ഞങ്ങൾ ട്രെയിനിലാണ് വരേണ്ടത്. അപ്പം നാട്ടിൽ ഭയങ്കര വെള്ളപ്പൊക്കമാണ്, പല സ്ഥലത്തും പല പ്രോബ്ലങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെയുള്ള ഒരു അങ്കിള് പറഞ്ഞു ഞാൻ 22 വർഷം 20+ ഇയേഴ്സ് ഞാൻ ഇവിടെ ചണ്ഡീഗഡിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, അപ്പൊ നിങ്ങൾ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്, ഒരു കൺഫർമേഷനുള്ള ടിക്കറ്റുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യാവൂ എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അത് ഓക്കെ ആണല്ലേ, ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ദൈവമല്ലേ ഞങ്ങളെ കൊണ്ടുവന്നേ, ദൈവം വഴി തുറന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രെയിനിൽ കയറി. ചണ്ഡീഗഡിൽ നിന്ന് ഡൽഹിയിലേക്ക് ഏകദേശം 5 മണിക്കൂറുണ്ട്. അപ്പൊ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊള്ളുന്നു നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയി കേട്ടോ. അങ്ങനെ സ്തോത്രം. അങ്ങനെ ഞങ്ങള്
ഞങ്ങൾ ഡൽഹി ചെന്നു, ടിക്കറ്റ് കൺഫേം ആയി ഞങ്ങൾ ട്രെയിനിൽ വരുന്നു. ദൈവമക്കളെ, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കത്തില്ല. ഒരു പാമ്പ് ഞങ്ങളെ വിഴുങ്ങാൻ ബാക്കിൽ നിന്ന് എങ്ങനെ വരും, അതുപോലത്തെ അവസ്ഥയായിരുന്നു ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര. ഞങ്ങൾ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ആ സ്റ്റേഷൻ അടയ്ക്കും, അടുത്ത സ്റ്റേഷൻ കഴിയുമ്പോൾ അടുത്ത സ്റ്റേഷൻ അടയ്ക്കും. ഇങ്ങനെ അടച്ചടച്ച് ഞങ്ങൾ കൊല്ലം വന്നിറങ്ങി ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടി വിയിൽ പറയുവാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനും അടച്ചു, അത്രയ്ക്ക് വെള്ളപ്പൊക്കമായി. സോ ദൈവം സേഫ് ആയിട്ട് ഞങ്ങളെ ഭവനത്തിൽ എത്തിച്ചു. 3 ആഴ്ചകൾ കാത്തിരുന്നു. റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിട്ട് ഒരു വെളുപ്പാങ്കാലത്ത് റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടേണ്ട സ്കോർ 4B ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 4B. ഞാനത് ലോഗ് ഔട്ട് ചെയ്തു. എന്നിട്ട് കാരണം എന്റെ കണ്ണുകൾക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ കർത്താവിനോട് ചോദിക്കും, കർത്താവ് എനിക്ക് എങ്ങനെയാ B കിട്ടിയെന്ന്. സത്യം പറഞ്ഞ, കാരണം നമുക്കറിയാലോ നമ്മുടെ കഴിവ് എന്താണെന്ന്. അപ്പം എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ലോഗിൻ ചെയ്തു. എന്നിട്ട് ഞാൻ ആദ്യം എന്റെ സഹോദരനെ കൊണ്ട് കാണിച്ചു, കണ്ടോ സ്വർഗത്തിലെ ദൈവം ഒപ്പിട്ടു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് പല പേപ്പർ വർക്കുകളുണ്ട്. CBT എന്ന് പറഞ്ഞൊരു എക്സാം പാസ്സാവണം. അതിന് ആദ്യം ഞാൻ എന്ത് കാര്യത്തിനും ആദ്യം പോയാലും സ്മൂത്ത് ആയിട്ട് പോകുന്ന കാര്യമാണെങ്കിൽ ഞാൻ ജയിക്കത്തില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും വില കൊടുത്ത് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് ചിലപ്പോൾ തോന്നാറുള്ളത്. ഞാൻ ആദ്യം CBT എക്സാം പോയി, അത് ഞാൻ പാസ്സായില്ല. 2ാമത്തെ ഡേറ്റ് എടുത്തു ട്രിവാൻഡ്രത്ത്. ഒരു ഹസ്ബൻഡിന്റെ കസിന്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തു. പിറ്റേന്ന് ഭാരത് ബന്ദ്. അപ്പം ആ കസിന്റെ വൈഫ് നേഴ്സ് ആയ കാരണം ആ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ കിടന്നു പോയി. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇത് വെച്ചു. അവിടെ പോയി ഞാൻ എക്സാം എഴുതി. ആ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് തോന്നുന്നു UK വരുന്ന നഴ്സുമാർക്ക് ഇത്രയും എക്സാം ഇല്ല. UKVA എന്ന് പറഞ്ഞ വിസയ്ക്ക് വേണ്ടി ഒരു എക്സാം ഉണ്ട്. ആ എക്സാമിന് ഡേറ്റ് നോക്കിയപ്പോൾ എവിടെയും കിട്ടാനില്ല. അപ്പം കിട്ടിയത് ചെന്നൈയിലാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ പോയി. അവിടെയും കസിന്റെ കൂടെ ഇതുപോലെ ഒരു കസിന്റെ ഭവനത്തിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു. എക്സാം എഴുതി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ആരാധന കഴിഞ്ഞു. തിരിച്ചു വരാൻ നേരം ഞാനിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ബാക്കിൽ നിന്ന് ആരോ പിടിച്ച് തള്ളുന്നത് പോലെ ഞാൻ കാല് മടങ്ങി. എങ്ങനെയാ ഞാൻ വീണതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. കാല് മടങ്ങി ഞാൻ വന്നു വീണ് എന്റെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് കാലിൽ സ്വെല്ലിംഗ് ആയി. ഹോസ്പിറ്റലിൽ പോയി. ഫ്രാക്ചർ ഒന്നുമില്ല, പക്ഷെ എന്റെ കാലിന് എന്തോ സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവര് അതിനുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തു. അന്ന് രാത്രി ഞങ്ങൾക്ക് ട്രാവൽ ചെയ്തു. എന്റെ ഹസ്ബൻഡ്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എന്നെ എടുത്തോണ്ടാണ് വീൽ ചെയറിൽ അവിടെ നിന്ന് വന്ന് പിന്നെ എന്നെ എടുത്തോണ്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് എക്സാം എഴുതാൻ പോയത്. ഏകദേശം എല്ലാം പൂർത്തിയായി. ഇനി വിസയ്ക്ക് മാത്രം വെച്ചാൽ മതി എന്നൊരവസ്ഥയിൽ വന്നപ്പോ ഇങ്ങനെ വീണു. അത് കഴിഞ്ഞ് വീട്ടിനടുത്തൊരു ഇങ്ങനെ ആയുർവേദ ശാലയിൽ പോയി. ഇങ്ങനെ കാല് ഫ്രാക്ചർ ഇല്ലല്ലോ, അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡില് പേപ്പർ വർക്കുകൾ നടക്കുന്നു. ഈ കാല് വെച്ചുകൊണ്ട് എനിക്കൊരു നഴ്സിംഗ് ഹോമില് ഞാൻ ജോലി കിട്ടി. ആ നഴ്സിംഗ് ഹോമിലാണ് ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത്. ജോലി ലഭിച്ചു. അതിന്റെ പേപ്പർ വർക്ക് നടക്കുന്നു. ഞങ്ങളെ ഈ വിസയ്ക്ക് പോയി. അപ്പം വിസയ്ക്ക് പോകുമ്പോഴത്തേക്ക് അവര് ഇങ്ങനെ നമുക്ക് വേറെ ഫിസിക്കൽ പ്രോബ്ലം ഒന്നും വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നല്ല ഷൂ ഒക്കെ ഇട്ട് അവിടെ പോയി. എന്തായാലും വിസയുടെ ഇതൊക്കെ വെച്ചു. അതെല്ലാം കിട്ടി. എല്ലാം ഏകദേശം പൂർത്തിയായി. അപ്പം കമ്പനി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. എല്ലാം ഏകദേശം റെഡിയായി. വിസ എല്ലാം, ടിക്കറ്റ് മാത്രം വന്നാൽ മതി. ഐ തിങ്ക് ടിക്കറ്റ് വന്ന് എല്ലാം റെഡി ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഷോപ്പിങ്ങിന് പോയി. പുറത്ത് പോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് പപ്പയും അമ്മയായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു. സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് ചായയൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയായി. ഒരു സന്ധ്യാസമയം ഇരിക്കുകയാണ്. പെട്ടെന്ന് വീട്ടിലെ ഹസ്ബൻഡ് വീട്ടിൽ പെയിന്റിങ് നടക്കുമായിരുന്നു. അപ്പൊ എന്തോ ഒരു ഇൻവെർട്ടർ ശരിയാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഫാനും ലൈറ്റും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു 5-6 ഫാനും എല്ലാം ഒരു ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാനായിട്ട് പോയി. ഇതിനകത്ത് കൈവച്ചു. ഈ രണ്ട് വയറുകളും പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു വീടിന് ഫുള്ള് പ്രവർത്തിക്കാൻ പറ്റുന്ന ആ കറണ്ട് ഫുള്ളും ശരീരത്തിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പപ്പ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാനും നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം? പക്ഷെ ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്നത്. എന്റെ ദൈവമക്കളെ, പെട്ടെന്നൊരു ദൈവശക്തി എന്റെ മേൽ വന്നു. എന്നിട്ട് എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ശക്തമായി അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട്, എനിക്കറിയാം ഞാനൊരു നഴ്സാണ്, കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ചെന്ന് പിടിക്കാൻ പാടില്ല എന്ന് എന്റെ ബോധ മനസ്സിലുണ്ട്. പക്ഷെ ആ സമയത്ത് അതൊന്നും അല്ലായിരുന്നു എന്റെ പ്രയോറിറ്റി. പരിശുദ്ധാത്മാവാണ് എന്നിൽ വന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പരിശുദ്ധാത്മാവ് എന്നിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് അന്യഭാഷയിൽ സംസാരിച്ച് എന്റെ ഹസ്ബൻഡിനെ ചെന്നിങ്ങനെ പിടിച്ചതും ഈ വയറ് വിട്ട് പോവുകയും പുള്ളി ആ ഒരു കറണ്ട് പാസ് ചെയ്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മുടെ പോരാട്ടം എല്ലാം തീർന്നു. കാരണം ഞാൻ മരണം മുഖാമുഖം കണ്ടു. മരണം എങ്ങനെയാന്ന് എന്റെ പപ്പയും അമ്മയൊക്കെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. പക്ഷെ ഈ അന്യഭാഷയുടെ ശക്തി
പരിശുദ്ധാത്മാവിന്റെ നമ്മൾ പറയുന്ന അന്യഭാഷയുടെ ശക്തി ഇത്രയും ഉണ്ടെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കുന്നേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നാളുകൾ കഴിഞ്ഞു, വിസ വന്നു. വലിയൊരു കയ്യിൽ രണ്ടിലും ശരിക്കും ഒരു കുഴി പോലെ ഉണ്ടായി, ഒരു രണ്ട് ഊണ്ട് പോലെ ഉണ്ടായി. ശരിക്കും അത്രയ്ക്കും കറണ്ട് പാസ് ചെയ്തു ആ ശരീരത്തിൽ. ബട്ട് ദൈവം മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. അത് കഴിഞ്ഞ് വിസ വന്നു. ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു, ഇവിടെ വന്നു. ഹസ്ബൻഡ് മോനും ഒരു ഡിസംബർ മാസം 2019 ഡിസംബർ മാസത്തിൽ മകനും ഹസ്ബൻഡും കൂടെ വന്നു. ഞങ്ങള് ഇവിടെ ഇപ്പം ബെൽഫാസ്റ്റിലെ ആ സഭയോടൊപ്പം ആരാധിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ സന്തോഷകരമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് പാൻഡമിക്കിന്റെ സമയം വരുന്നത്. പാൻഡമിക്കിന്റെ സമയം ഒരു മാർച്ച് മാസത്തോടുകൂടി ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങി. അപ്പം ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ എനിക്കൊരു ജലദോഷവും പനി പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അവിടെ ചെന്നപ്പോ എന്റെ വാർഡൻ പറഞ്ഞു, എന്റെ മാനേജർ പറഞ്ഞു, മനീഷ നിനക്ക് കോൾഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഉണ്ട്, ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും ഒരേ കമ്പനിയുടെ 2 കെയർ ഹോമുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഹോമില് ഒരു പാൻഡമിക് COVID-19 ഔട്ട്ബ്രേക്ക് ഉണ്ട്. സോ നീ ഒന്ന് ചെക്ക് ചെയ്യണം, കാരണം നീ വർക്ക് ചെയ്താൽ പിന്നെ എല്ലാ പേഷ്യൻസിനും ആവത്തില്ലേ. സോ യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് യു ഹാവ് ടു ബി ഐസൊലേറ്റഡ്. നീ ഐസൊലേഷനിൽ പോകണം എന്ന് പറഞ്ഞു. സോ ഞാൻ തിരിച്ചു വന്നു, ഐസൊലേഷനിൽ ഇരിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. സ്വാബ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ കാറിൽ പോയി അവർ പറയുന്ന സ്ലോട്ട് ടൈം ഉണ്ട്, അവർ നമുക്ക് സ്വാബ് തരും. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് UK-ലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, കാരണം ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ല കോവിഡ് ഇത്രയും ഇതൊക്കെയാണെന്ന്. അവർ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ. അപ്പം ഞങ്ങൾ ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ശരീരത്തിന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട് സ്ഥിതി ഞാനൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവാ. ഞാൻ പ്രഗ്നൻസി പോസിറ്റീവാ. അപ്പം ചില മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡിന്റെ റിസൾട്ടും വന്നു. അന്ന് 48 hours കഴിഞ്ഞിട്ട് റിസൾട്ടും വരത്തുള്ളൂ കോവിഡും പോസിറ്റീവാ. അപ്പം അതൊരു പുതിയ രോഗമാണ്, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മള് നേഴ്സാന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അത് വരുമ്പോ അപ്പം ശരീരം ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല. എന്റെ ആ ഏർലി പ്രഗ്നൻസിയുടെ ഒരു ക്ഷീണവും ഉണ്ട്, കോവിഡ് പിടിച്ചതിന്റെ ക്ഷീണവും മൊത്തത്തിൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു GP ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് GP എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ കാണും നമ്മുടെ പേരിൽ. അപ്പം ആ ഡോക്ടറിനെ ഞാൻ റിങ് ചെയ്തു, ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞാൻ കോവിഡ് പോസിറ്റീവാ, ഞാൻ പ്രഗ്നൻസിയും പോസിറ്റീവാ, വാട്ട് യു തിങ്ക്, എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്, ഈ കുഞ്ഞ് സേഫ് ആണോ എന്ന് വെച്ച് പറഞ്ഞു. ടു ബി ഹോണസ്റ്റ്, സത്യം പറഞ്ഞ മനീഷ, അതിന്റെ സ്റ്റഡീസ് ഒക്കെ ഗോയിങ് ഓൺ, നടന്നുകൊണ്ടിരിക്കുക, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറിനെ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞു. കാരണം അന്ന് നമുക്കറിയത്തില്ല ഈ കോവിഡ് രോഗം എങ്ങനെയാണ് പ്രഗ്നൻസിയെ ബാധിക്കുന്നത് നമുക്കറിയത്തില്ല. സോ ഞങ്ങൾ വന്നു. ആദ്യത്തെ പ്രഗ്നൻസി സമയത്ത് ഇതുപോലെ സ്പോട്ട് ഉണ്ടായപ്പോഴത്തേക്ക് അപ്പം ഞാൻ അത് ഓർത്തു, ദൈവം ദൈവത്തിന്റെ അപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട്, ദൈവം എന്ത് തന്നാലും തക്ക സമയത്ത് തരത്തുള്ളൂ. അത് കോവിഡും പ്രഗ്നൻസിയും കൂടെ ഒരുമിച്ചാണെങ്കിലും എല്ലാം ദൈവം നല്ലതിനെ ചെയ്യത്തുള്ളൂ. എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും എൻഡ് ഓഫ് ദ ഡേ അതിന്റെ എൻഡ് ദൈവത്തിന്റെ ഹിതവും അത് പെർഫെക്റ്റ് ആയിട്ടുള്ളതും ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രമേ യേശുപ്പച്ചൻ ചെയ്യത്തുള്ളൂ എന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് 3 പേർക്കും കൈകോർത്ത് പ്രാർത്ഥിക്കാം. അന്ന് ആ കോവിഡ് വന്ന സമയത്ത് ഇവിടെ 80+ എന്ന് ഉള്ള ആൾക്കാരും, അത് മീൻസ് 80 വയസ്സിന് മുകളിലോട്ടുള്ളവരും 5 വയസ്സിന് താഴോട്ടുള്ളവരെയും വലിയ ട്രീറ്റ്മെന്റ് ഇല്ല. കാരണം അഡൽസിന് മാത്രമാണ് അവര് ഇതാക്കുക. അപ്പൊ മോന് 5 വയസ്സായിട്ടില്ല, അന്ന് 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അവന്. അപ്പം ഇവന് കോവിഡ് വരുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടും പോസിറ്റീവാണ്, ഞാൻ പ്രഗ്നൻസിയാണ്. വീട്ടിലാർക്കും വരാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്തോ ചെയ്തെന്ന് വെച്ചാല് ഞങ്ങൾ ഒരു കുപ്പി എണ്ണ എടുത്തു, ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിച്ചു, കുടിച്ചു. കർത്താവ്, എന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് കർത്താവ് തന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾക്കുള്ള കുഞ്ഞാണെങ്കിൽ ദൈവം അത് സംരക്ഷിക്കും, ദൈവം അതിനെ സൂക്ഷിക്കും, ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്. എന്നാൽ ആ പ്രഗ്നൻസിയിലുടനീളം അത് ദൈവത്തിന്റെ ഭയങ്കര പദ്ധതിയായിരുന്നു. ഞാനിപ്പം വിശ്വസിക്കുന്ന വെച്ചാൽ ആ പാൻഡമിക്കിന് മുമ്പ് ദൈവം ഞങ്ങളെ ഇവിടെ അയച്ചത് എന്തിനെന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങൾക്ക് അറിയാത്തുള്ള ആൾക്കാർക്ക് ഞങ്ങളൊരു ആവാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞാൻ പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ ദൈവം സഹായിച്ചു. ദൈവം എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തോളൂ. അത് ജസ്റ്റ് ബിഫോർ പാൻഡമിക് ആണ് ഞങ്ങൾ ഇവിടെ വന്നത്. പിന്നെ പാൻഡമിക് വന്നു. ആ പ്രഗ്നൻസി സമയത്തിന് 37 ആഴ്ച ഞാൻ ജോലിക്ക് പോയി. ആ സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന്, കാരണം ആ സമയത്ത് നമ്മുടെ ഫാമിലി ആണെങ്കിലും ചർച്ച ആണെങ്കിലും പല നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ദേവദാസന്മാരെല്ലാവരും ഭയങ്കര കഷ്ടപ്പാടിന്റെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനോടെ കടന്നുപോയ സാഹചര്യത്തിൽ ഒത്തിരി കൈത്താങ്ങൽ കൊടുക്കുവാൻ ദൈവം കൃപ തന്നു. നമ്മുടെ കഴിവല്ല, ദൈവം കൃപ തന്നു.
അപ്പൊ ദൈവം നമ്മളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കടന്നു പോകുന്ന നമുക്ക് തോന്നിയാലും ദൈവത്തിന് എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പർപ്പസ് ഉണ്ടെന്ന് ദൈവം കൂടുതൽ കൂടുതലായിട്ട് പഠിപ്പിച്ചു. ഇപ്പം ഒരു ചെറിയ സിറ്റുവേഷൻ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്ക് വന്നാലും നമുക്കറിയാം, ഇതിന്റെ എൻഡില് കർത്താവ് എന്തോ ഒന്ന് വലുത് ഒരുക്കുന്നുണ്ട്, ദൈവം വലിയൊരു കാര്യം ദൈവം ഒരുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം ആ ഒരു സിറ്റുവേഷനിലൂടെ ദൈവം കടത്തിവിട്ടു. അങ്ങനെ പാൻഡമിക്കിന്റെ സമയത്താണ് ആരും ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഡെലിവറിയുടെ സമയമായി, നാട്ടിൽ നിന്ന് ആർക്കും വരാൻ പറ്റത്തില്ല. ആദ്യത്തെ സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു, വളരെ രാജകീയമായ പ്രസവാനന്തര ശുശ്രൂഷയായിരുന്നു. എന്നാൽ മോളുണ്ടായ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു, സിസേറിയൻ എല്ലാം റെഡിയാക്കി. പക്ഷെ എനിക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവം. പക്ഷെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിന് വിടുതൽ തരും, ദൈവം എനിക്കൊരു വിടുതൽ തരും, എനിക്കൊരു നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തതിന്റെ പേരിലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ശരീരത്തിൽ കത്തിവെക്കുന്നത് എന്റെ ദൈവത്തിന് ഹിതമാണെങ്കിൽ അത് നടക്കട്ടെ, അല്ല എങ്കിൽ എനിക്കൊരു നോർമൽ ഡെലിവറി തരണമേ കർത്താവേ, എന്റെ ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് അപ്പൊ ഡോക്ടർ വന്നിട്ട് ഒരു വട്ടവും കൂടി എന്നെ പരിശോധിച്ചിട്ട് നോർമൽ ഡെലിവറി നടക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ വന്നപ്പോ അവരെ ഒരു മരുന്ന് തരും, ഒരു ഗ്യാസനൈർ എന്ന് പറയും. ആ മരുന്ന് ഇങ്ങനെ തന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തൊരു അനുഭവമാണ്. പെട്ടെന്ന് എന്റെ ആത്മാവ് ഇങ്ങനെ ഒരു ഭയങ്കര പ്രകാശമുള്ള ഒരു ദൈവസന്നിധിയിലേക്ക്, എനിക്കറിയാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി. ഞാനൊരു ചെറിയ മയക്കത്തിലായിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് വളരെ കരഞ്ഞിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നീ തരുന്ന ഈ കുഞ്ഞിനെ ദൈവഹിതപ്രകാരം ഞാൻ വളർത്തിക്കോളാം, അവരെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന, ഞാൻ നല്ലപോലെ അവളെ പഠിപ്പിക്കും. മകളാണെന്ന് അറിയാമായിരുന്നു. അപ്പൊ ഞാൻ കർത്താവെ, ഇവളെ ഞാൻ നന്നായി പഠിപ്പിക്കും, പക്ഷേ ഞാൻ കർത്താവിന്റെ വേലയുടെ ഭാഗമാക്കി ഇവളെ തീർത്തുകൊള്ളാമെന്ന് ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതും ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, യെസ്, നോർമൽ ഡെലിവറി നടക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പം എന്റെ സഹോദരൻ വിളിച്ചു, ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ആന്റി ഒക്കെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, അവരെല്ലാവരും ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പം നോർമലി എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു പെൺതലമുറയെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇങ്ങനെ വിവിധപരമായ അത്ഭുതമായ പ്രവൃത്തികളുടെ ദൈവം നടത്തി, മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. പ്രിയ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആ ഒരു പാരമ്പര്യം, ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ വിശ്വകർമ്മ ആശാരി എന്ന് പറയുന്നതിൽ എനിക്ക് ഇതില്ല. ആശാരി കുടുംബത്തിൽ ജനിച്ച ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു കുടുംബത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഡിഗ്രി വരെ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിവാഹം കഴിച്ചു പോകുന്നു. സാധാരണ ഒരു ഹൗസ് വൈഫ്, ഞാൻ ഡീഗ്രേഡ് ചെയ്ത് പറയില്ല, പക്ഷെ നമ്മൾ ജോലിക്കൊന്നും പോകാതെ ഭവനത്തിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു പാരമ്പര്യമായിരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ ആയിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ആ ഒരു ബൗണ്ടറി വിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, പക്ഷെ മനസ്സിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ദൈവം ഇപ്പൊ എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഇതൊരു ഭൗതിക നന്മയാണ്. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവെ വന്നതിന് ശേഷം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഒരു അത്ഭുതവും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ നാമത്തെ അറിയാൻ ശ്രമിക്കണം. നമ്മൾ ദൈവത്തിന്റെ നാമത്തെ അറിഞ്ഞ് ദൈവത്തോട് ചോദ്യമൊന്നും ചോദിക്കണ്ട, കർത്താവെ, നിന്റെ ഹിതം പോലെ എനിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് ശരിയാണ്, നമ്മൾ തളർന്നു പോകും, നമ്മൾ ക്ഷീണിച്ചു പോകും. പക്ഷെ അപ്പോഴെല്ലാം നമ്മളുടെ മുമ്പിൽ നമുക്ക് വചനവും പ്രാർത്ഥനയും, നമ്മളെ ദൂതനെ അയച്ച് നമ്മളെ ഒന്ന് ബലപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ദൈവമാണ് യേശു, ജീവനുള്ള ദൈവമാണ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമത്തിലോ അല്ലെങ്കിൽ ഒരു ഡൗട്ടിലോ ഇരിക്കുവാണെങ്കിൽ, ഐ ക്യാൻ ക്ലിയർ. നിങ്ങൾ ദൈവത്തിൽ പറ്റിച്ചേർന്നിരിക്കുവാണെങ്കിൽ ആ ദൈവം തക്ക സമയമാകുമ്പോൾ നിങ്ങളെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ ആത്മീകമായി ഉയർത്തും, അപ്പൊ തന്നെ ഭൗതികമായി ഒരു പടി ഉയർത്തും. ഈ രണ്ട് പ്രോസസ്സും ഒരുപോലെ നടക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ദൈവം കൊണ്ടുപോകും. ഓരോ ദിവസവും നമുക്കൊരു ലേണിംഗ് ആണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു പർപ്പസിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നത്. എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമ്മളെ ദൈവം ഓരോ ദിവസവും പണിത് നമ്മൾ ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ ഈ ലോകം വിടും.
സോ നമുക്ക് ആ ലോകം വിടും. ആ ഒരു പ്രോസസ്സിലാണ് രക്ഷിക്കപ്പെട്ടവരായ നമ്മള്. അപ്പം ആ രക്ഷിക്കപ്പെട്ടവരായ ആൾക്കാരോട് ഞാൻ പറയുവാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടായ നമ്മള് ആ ഒരു പ്രോസസ്സിലാണ്. ആ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയോട് ചേരും. പക്ഷെ ആ പ്രോസസ്സിൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. അത് ദൈവം തക്ക സമയമാകുമ്പോൾ ദൈവം നമ്മളെ ആ ഒരു അവസ്ഥയിലൂടെ നടത്തും. നമ്മൾ ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവത്തിന്റെ നാമത്തെ അറിഞ്ഞ് നമ്മൾ നടക്കുവാൻ ഇടയായി ദൈവം സഹായിക്കും. അതുപോലെ ആരെങ്കിലും ഏതെങ്കിലും വിഷമത്തിലായിരിക്കുന്നെങ്കിൽ ഐ ക്യാൻ ടെൽ യു, ജീസസ് ക്യാൻ ഹീൽ യു. ജീസസ്, യേശുവിന് മാത്രമേ നിങ്ങളെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. എന്നെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നന്മകൾ പ്രാപിക്കുന്ന എല്ലാവരും ഉണ്ടായിരിക്കും. നമുക്ക് പലവിധമായ ആവശ്യങ്ങളുണ്ട്. പക്ഷേ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ താന്നു പോകുമെന്ന് തോന്നുമ്പോൾ നമ്മളെ അതിനകത്ത് പെട്ടെന്ന് കൈപിടിച്ചുയർത്താനും ആർക്കും തരാൻ പറ്റാത്ത ഒരു സമാധാനം നമുക്ക് തരാൻ യേശുവിന് മാത്രമേ കഴിയാൻ പറ്റത്തുള്ളൂ. യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. യേശുവിന് മാത്രമേ ആ ഒരു യേശുവിന്റെ വചനം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ ഒരു സമാധാനം യേശുവിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. യേശുവാണ് ജീവിക്കുന്ന ദൈവം. ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് ടെസ്റ്റിഫൈ ചെയ്യാൻ കഴിയും. ഞാനൊരു ഉദാഹരണമാണ്. കാരണം അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽ വളരെ വളരെ പ്രകാരമായി ഒരിക്കലും വിട്ടുവരുവാൻ കഴിയാത്ത ഒരു പാരമ്പര്യത്തിൽ, അമ്പലവും ക്ഷേത്രവും അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ ഞാൻ പേഴ്സണലി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന എന്നെ ഞങ്ങൾ വിചാരിക്കാത്ത ഒരു ലിമിറ്റേഷൻ, ഇത്ര വരെ ഉയരുമായിരിക്കും എന്ന് വിചാരിച്ച സ്ഥാനത്തും ദൈവം ഇതുവരെ കൊണ്ടെത്തിച്ചു. ഇനിയും ദൈവം നിറവേറാത്ത ഒത്തിരി പ്രവചനങ്ങളും ഒത്തിരി സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവം പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഉയർച്ച, ഈ ലോകത്ത് നമുക്ക് ഉയർച്ചയുണ്ട്. പക്ഷേ യേശുപ്പച്ചൻ അത് നമുക്ക് തരും. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, ഇതിന്റെ അപ്പുറത്ത് നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത നമുക്ക് ഉറപ്പാക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല യേശുവിനെ വിശ്വസിക്കാത്ത മറ്റൊരു വ്യക്തിക്ക് ആ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമെന്ന്. യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യത ഉറപ്പാണ്. ആ നിത്യതയിൽ നമ്മൾ സന്തോഷിക്കും. ഈ ലോകത്തെക്കാൾ സന്തോഷം, ഈ ലോകത്തേക്കാൾ സമാധാനം നമുക്ക് ലഭിക്കുന്ന ഒരു രാജ്യം നമുക്കുണ്ട് എന്ന് യേശുവിന് മാത്രമേ നമുക്ക് ഒരു ഉറപ്പ് നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരായി മുറുകെ പിടിച്ചു കൊള്ളുക. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കും. ഇന്ന് പകൽ എനിക്ക് ഈ അവസരം തന്ന കർത്താവിന്റെ ദാസന് നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ ജീവനുള്ള നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായ കർത്താവെ ഈ ദൗത്യം, കർത്താവെ ഹല്ലേലൂയ, കർത്താവിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവമേ എല്ലാം ദൈവമേ ചന്ത ഉചിതവുമായി ദൈവം നടത്തി കൊടുക്കണമേ. കുടുംബമായി കർത്താവെ ഈ അരോമ ടിവിയുടെ ടീമിനെ, ആ കുടുംബത്തെ കർത്താവെ യേശു ക്രിസ്തുവിന്റെ സർവ്വശക്തിയുള്ള നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും കർത്താവിൽ ബലപ്പെടുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. അടിയനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മനീഷ. ഇത്രത്തോളം സമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ, കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മനീഷ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു എന്ന് വേണം പറയുവാൻ. ഒരു വിശ്വകർമ്മ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ വളരെ ചെറുപ്പം മുതൽ തന്നെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ അവസരം ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനിടയായി തീർന്നത് വെല്ലുമ്മച്ചിയാണെന്ന്. വെല്ലുമ്മച്ചിയിൽ പകർന്നതായ ആ യേശുക്രിസ്തുവിൻ്റെ സ്വാധീനം, സ്നേഹം, ആ ഒരു അനുഗ്രഹം കൊച്ചുമകളിലേക്ക് ദൈവം പകരുവാൻ ഇടയായി തീർന്നു. വെല്ലുമ്മച്ചിയുടെ മോൾക്ക് കിട്ടുന്നതിനേക്കാൾ മുന്നേ കൊച്ചുമോൾക്കാണ് അത് പകർന്നു കിട്ടിയത് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നത്തേതിൽ ആ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ യേശുവിനെ അറിയുവാൻ, കർത്താവിൻ്റെ മക്കളായിത്തീരുവാൻ ആ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. പ്രത്യക്ഷവും പരോക്ഷവുമായി കർത്താവിന് വേണ്ടി ഇന്ന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായി തീരേണ്ടതിന് ദൈവം സംഗതി വരുത്തി. ഞാനതിന് ദൈവത്തിന് നന്ദി പറയുന്നു.
ലോകപ്രകാരം മാനുഷിക ദൃഷ്ടികളിൽ നോക്കുമ്പോൾ വിവിധ മതം, വിശ്വാസം, സങ്കല്പങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയുണ്ട്. അത് മാനുഷികമാണ്, തികച്ചും മാനുഷികമാണ്. അത് സ്വാഭാവികമായൊരു കാര്യം. ദൈവം യാതൊരു മതമോ അങ്ങനെയുള്ള സങ്കല്പങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും തന്നെ ദൈവത്താൽ ഉളവായതല്ല. അത് മനുഷ്യനാൽ ഉളവായി വന്നതാണ്. മനുഷ്യൻ്റെ മേൽ വെച്ച് കെട്ടിയ ഓരോ കാര്യപരിപാടികൾ, അതിൽ മനുഷ്യൻ അടിയുറച്ച് വിശ്വസിക്കുകയും അതിനെ പിന്തുടർന്നു പോരുകയും ചെയ്യുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സകലത്തെ സൃഷ്ടിച്ച് സൂക്ഷിച്ച് പരിപാലിക്കുന്ന ഒരേ ഒരു ദൈവം, ആ ദൈവത്തെ നാം തിരിച്ചറിയുവാൻ ഇടയായിത്തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമാണ് എൻ്റെയും സൃഷ്ടാവ്, ദൈവമാണ് എൻ്റെയും കർത്താവ് എന്ന് നാം ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് ആ ദൈവത്തെ സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും ആരാധിക്കുവാനും പിൻപറ്റുവാനും ഇടയായിത്തീരുക. അതൊരു പക്ഷെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. കാരണം ജനിച്ച് വളർത്തപ്പെട്ടതായ പല സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങൾക്കും വിധേയപ്പെട്ട് അനേക പ്രിയപ്പെട്ടവർക്ക് ആ ഒരു സത്യത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ള വസ്തുത നിഷേധിക്കുന്നില്ല. എന്നാൽ ചില പ്രിയപ്പെട്ടവരെ ദൈവം തനിക്കായി വേർതിരിച്ച് ഒരുക്കിയെടുക്കുന്നു. ഇടയ്ക്ക് സിസ്റ്റർ പറഞ്ഞതുപോലെ ഉലയിലിട്ട് ഒരുക്കിയെടുത്തതുപോലെയുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അത് അവിടെ വെന്തുപോയി ചാരമായി തീരുവാനല്ല, പകരം ഉലയിൽ ഒരു ഉടയവനാണ് ഇട്ടതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനായി ദൈവം ഒരുക്കിയെടുക്കും. ചിലപ്പോൾ സുഖകരമായ അനുഭവമായിരിക്കത്തില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള സന്തോഷകരമായ ചില അനുഭവങ്ങളായിരിക്കത്തില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എന്നാൽ നാം ദൈവഹിതപ്രകാരം ആ ഉലയിൽ നിന്ന് ഉരുകി നമ്മിലുള്ള സകല മലിനതകളും മാറി വളരെ തിളങ്ങുന്ന മനോഹരമായ ഒരു ഉപകരണമായി, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു പാത്രമായി തീരത്തക്കവണ്ണം നമ്മുടെ ഉടയവൻ നമ്മെ ഒരുക്കിയെടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ പ്രശംസിപ്പാനൊന്നുമില്ല. ഏത് കുടുംബത്തിലാണ്, ഏത് കുലത്തിലാണ്, ഏത് ഭാഷയിലാണ്, ഏത് നിറമാണ്, ഏത് വിശ്വാസമാണ്, ഇതിനൊന്നിനും യാതൊരു പ്രസക്തിയുമില്ല. അതെല്ലാം ഉലയിൽ ഉരുകിപ്പോയി. എന്നാൽ ഇന്ന് ശേഷിക്കുന്നത് സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായി ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സും അവസരങ്ങളുമാണ്. സ്വർഗത്തിലെ ദൈവം പ്രിയ മനുഷ്യ സൃഷ്ടിയെയും കുടുംബത്തെയും ഇത്രത്തോളം അയർലൻഡിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിച്ചു. അതിനായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നുവെങ്കിലും ഇന്ന് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നിലയിലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വാത്സല്യ മാതാവ്, മറ്റു പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങൾ ഒക്കെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം ചിലവഴിച്ചതിന് കർത്താവിൻ്റെ ദാസിയോട് കുടുംബാംഗങ്ങളോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടി വിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വാത്സല്യ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അവസരമുണ്ട്. അതിൽ പങ്കാളികളാകുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി
അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com